السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് മുഹമ്മദ് ഹിഷാം ത്വാഹിരി ഹഫിളഹുല്ലാ രചിച്ച മനാസിക്കുൽ ഹജ്ജി വൽ ഉംറ സുആലുൻ വ ജവാബുൻ, ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ ചോദ്യോത്തരങ്ങളിലൂടെ എന്ന ഗ്രന്ഥത്തിൽ നിന്നും 29 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം വായിച്ചത്. ഇഹ്റാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവസാനം സംസാരിച്ചത്. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം 10 കാര്യങ്ങൾ നിഷിദ്ധമായതായി ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ചോദ്യം ഇപ്രകാരമാണ്: മാ ഹുക്മു മൻ ഇർതകബ മഹ്ദൂറൻ മിൻ മഹ്ദൂറാത്തിൽ ഇഹ്റാം. ഇഹ്റാമിന് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് ഒരാൾ പ്രവർത്തിച്ചാൽ എന്താണ് അതിന്റെ ഹുക്മ്, പിന്നീട് അതിന് പരിഹാരം എന്താണ് എന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, മൻ ഇർതകബ മഹ്ദൂറൻ ജാഹിലൻ ഔ നാസിയൻ. ഒരാൾ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യം ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു, അത് ഒന്നുകിൽ അത് ഹറാമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അറിവ് അവനില്ല, ജാഹിലാണ്, ആ വിഷയത്തെക്കുറിച്ചുള്ള ബോധ്യം അവനില്ല, അത് ഹറാമാണെന്ന് അവൻ അറിയില്ല. അല്ലെങ്കിൽ ഹറാമാണെന്നറിയാം, പക്ഷേ മറന്നവനായിട്ടാണ് അത് അവൻ ചെയ്തത്. ഇഹ്റാമിലാണെന്നുള്ള ബോധമില്ലാതെ മറന്നവനായിട്ടാണ് അത് ചെയ്തത്. എങ്കിൽ ഫലാ ശൈഅ അലൈഹി വലാ ഫിദിയ, അവന്റെ മേൽ യാതൊരു രീതിയിലുള്ള കുറ്റവുമില്ല, അവൻ അതിന് പ്രായശ്ചിത്തമായി ഒന്നും നൽകേണ്ടതുമില്ല. എന്നാൽ വമൻ ഫഅല മഹ്ദൂറൻ ഗൈറൽ ജിമാഇ വഖതല സ്വയ്ദ്. ഇനി ഒരാൾ മറന്നവനോ അല്ലെങ്കിൽ അറിവില്ലാത്തവനോ ആയിട്ടല്ല, അതല്ലാതെ ഒരാൾ ഇങ്ങനെയുള്ള നിഷിദ്ധങ്ങളിൽ ഒന്നിനെ പ്രവർത്തിച്ചു, അത് ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധമല്ലാത്തതും കരയിലുള്ള വേട്ടമൃഗങ്ങളെ കൊല്ലുന്നതുമല്ലാത്ത ബാക്കിയുള്ളതായ ഏതെങ്കിലും നിഷിദ്ധങ്ങൾ, ഇതാണ് ഒരാൾ പ്രവർത്തിച്ചത് എങ്കിൽ ഫഹുവ മുഖയ്യറും ബൈന സലാസത്തി അഷ്യ. 3 കാര്യങ്ങളാണ് അവന്റെ മേൽ അനിവാര്യമാവുക. 3 കാര്യം, ആ 3-ൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന് പ്രായശ്ചിത്തമായി തീരും. അപ്പോ ജിമാ ആണ് ചെയ്തതെങ്കിൽ ഈ 3-4 കാര്യം ചെയ്താൽ പോരാ. അതായത് ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ അതിന് വേറെ ഹുക്കുമാണ്. അതേപോലെ വേട്ടമൃഗങ്ങളെ വേട്ടയാടിയതാണ് ഇവനെങ്കിൽ അതിനും വേറെ ഹുക്കുമാണ്. അതല്ലാത്ത നിഷിദ്ധങ്ങളാണ് ഒരാൾ ചെയ്തത് എങ്കിൽ അതിനുള്ളതായ പ്രായശ്ചിത്തം 3-1 കാര്യമാണ്. ഒന്നാമതായി സിയാമു സലാസത്തി അയ്യാമിൻ ഹൈസു മാ തയസ്സർ, അവൻ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കണം എന്നുള്ളതാണ് സാധ്യമാകുന്ന നിലയിൽ. രണ്ടാമത്തേത് ഔ ഇത്ആമു 6 മസാകീൻ മിൻ മസാകീനിൽ ഹറം, ഹറമിലെ മിസ്കീൻമാരിൽ 6 പേർക്ക് അവൻ ഭക്ഷണം കൊടുക്കണം. ലികുല്ലി മിസ്കീനിൻ മിൻഹും മുദ്ദു ബുർരിൻ, ഓരോ മിസ്കീനിനും ഒരു മുദ്ദ് ബുർറ് ഗോതമ്പ് എന്നുള്ള നിലയിൽ. ചില ഉലമാക്കൾ 2 മുദ്ദാണ്, 1/2 സ്വാആണ് കൊടുക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് ഗോതമ്പാണ് എങ്കിൽ 1 മുദ്ദും അതല്ലാത്ത ധാന്യങ്ങളാണ് എങ്കിൽ 2 മുദ്ദും നിസ്ഫു സാഅ ആണ് എന്ന് അതിനെ വിശദീകരിച്ചിട്ടുമുണ്ട്. മൂന്നാമതായി ഔ ദബ്ഹു ഷാത്തിൻ വയുഖ്സമു ലഹ്മുഹാ കുല്ലുഹാ അലൽ ഫുഖറാഇ വ മസാകിനിൽ ഹറം, ഒരു ആടിനെ അറുത്തു കൊടുക്കണം, എന്നിട്ട് അതിന്റെ മാംസം ഹറമിലുള്ളതായ ഫുഖറാക്കൾക്കും മിസ്കീന്മാർക്കും വീതിച്ചു കൊടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധമല്ലാത്ത, വേട്ടമൃഗത്തെ കൊന്നതുമല്ലാത്ത ബാക്കിയുള്ള ഏതെങ്കിലും നിഷിദ്ധങ്ങളാണ് ഒരാൾ ചെയ്തത് എങ്കിൽ അതിനുള്ള വിധിയാണ് ഈ 3-1 കാര്യം.
3 ദിവസം നോമ്പെടുക്കുക, അതല്ലെങ്കിൽ 6 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അതുമല്ലെങ്കിൽ ഒരു ആടിനെ അറുത്തു കൊടുക്കുക എന്നുള്ളതാണ്. ആടിനെ തന്നെ അറുക്കണമെന്നില്ല. ഈ പറയുന്ന ഏതെങ്കിലും ചില ആളുകൾ എന്ത് ചെയ്യും, അതിന് മാത്രം പ്രൊമോട്ട് ചെയ്യും. പലപ്പോഴും ആളുകൾ പല ബിസിനസ് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒരാൾക്ക് കഴിയുന്നതിന്റെ അനുസരിച്ചാണ് അവൻ ചെയ്യേണ്ടത്. ഒരാൾക്ക് വേണമെങ്കിൽ നോമ്പെടുത്താൽ മതി, അല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നവനെ അങ്ങനെ കൊടുത്താൽ മതി. ഏതിലും അവൻ മുഖയ്യറാണ്, തെരഞ്ഞെടുക്കാനുള്ള അവകാശം അവനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ വേട്ടമൃഗത്തെ വേട്ടയാടുകയാണ് ചെയ്തത്. അമ്മാ ഫീ ഖത്ലി സ്വൈദി ഫജസാഉ മിസ്ലി മാ ഖതല മിനൻ നഅം, അവൻ ഏത് മൃഗത്തെയാണോ വേട്ടയാടിയത് അതിന് തത്തുല്യമായതായ ഒന്നിനെ എന്ത് ചെയ്യണം, 4 മൃഗങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറുത്തു കൊടുക്കേണ്ടതുണ്ട്. ويكون التقدير بما أفتى به الصحابة رضي الله عنه أو بحكمين عدلين من المسلمين. അപ്പോൾ അവൻ വേട്ടയാടിയതിന് തുല്യം ഇന്ന മൃഗമാണ് എന്നെങ്ങനെ തിരിച്ചറിയും? അത് സ്വഹാബികൾ നൽകിയ ചില ഫത്വകളുണ്ട്. ഉടുമ്പിനെ വേട്ടയാടിയാൽ ഇന്നത് എന്ന് പറയുന്ന ചില ഫത്വകളുണ്ട്. അതല്ല എങ്കിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് നീതിമാന്മാരായ 2 വിധികർത്താക്കൾ തീരുമാനിക്കണം, ഇവൻ ഇന്ന മൃഗത്തെയാണ് വേട്ടയാടിയത്, അതിന് തത്തുല്യമായി ഒരു മാനിനെയാണ് വേട്ടയാടിയതെങ്കിൽ അതിന് ഇന്നത് എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുക, ഒരു നീതിപൂർവമുള്ളതായ 2 വിധികർത്താക്കൾ പറയുന്നത് അനുസരിച്ച് എന്ത് ചെയ്യണം, അവൻ അതിന് അറുത്തു കൊടുക്കേണ്ടതാണ്. അതിന് തത്തുല്യമായ 4 കാലികളെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് ഉള്ള ഏതെങ്കിലും ഒന്നിനെ അതിന് തത്തുല്യമായതിനെ അറുത്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, വേട്ടയാണ് ഒരാൾ നടത്തിയത് എങ്കിൽ. എന്നാൽ അമ്മാ മനിർതകബൽ മഹ്ദൂർ അൽ അക്ബർ, ഇനി ഒരാൾ ചെയ്തിരിക്കുന്ന നിഷിദ്ധം മഹ്ദൂറുൽ അക്ബറാണ്, ഏറ്റവും വലിയതായ പാപമാണ്. ഹജ്ജിന്റെ സമയത്ത് ചെയ്യുന്ന ഒരു വലിയ പാപം അതേതാണ്? ഹുവൽ ജിമാ, അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഭാര്യയുമായി, അതല്ലെങ്കിൽ അതല്ലാത്ത രീതിയിൽ. فإن كان فعله هذا المحرم قبل الوقوف بعرفة, ഇത് ഒരാളിൽ നിന്ന് സംഭവിക്കുന്നത് 1ാമത്തെ തഹല്ലുലിന് മുമ്പാണെങ്കിൽ, 2 തഹല്ലുൽ 2 വിരമിക്കലാണ് ഹജ്ജിൽ നിന്ന്. 1ാമത്തെ വിരാമുണ്ട്, 2ാമത്തെ വിരാമുണ്ട്. 1ാമത്തെ വിരാമത്തിന് മുമ്പാണ് ഒരാളിൽ നിന്ന് ഈ പറയുന്ന പ്രവൃത്തി സംഭവിക്കുന്നത് എങ്കിൽ, അറഫയിൽ നിൽക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ 1ാമത്തെ തഹല്ലുലാകുന്നതിന് മുമ്പുമാണ് സംഭവിക്കുന്നത് എങ്കിൽ അതിന്റെ മേൽ ഉണ്ടാകുന്നതായ വിധികൾ താഴെ പറയുന്നതാണ്. 1 അത്തൗബ, അവൻ ചെയ്തിരിക്കുന്നത് വലിയ പാപമാണ്, അതുകൊണ്ട് തൗബ ചെയ്യണം. 2ാമത്തേത് ഫസാദുൽ ഹജ്ജ്, ആ ഹജ്ജ് ബാത്തുലായി പോയി, അത് നിരർത്ഥകമായി, സ്വീകാര്യമായ ഹജ്ജല്ല, അതാണ് 2ാമത്തെ കാര്യം. 3ാമത്തേത് അൽ ഇസ്തിംറാറു ഫിൽ ഹജ്ജിൽ ഫാസിദ്, ആ ഹജ്ജ് ബാത്തുലായി പോയാലും ആ ഹജ്ജിന് എന്ത് ചെയ്യേണ്ടതുണ്ട്, പൂർത്തീകരിക്കേണ്ടതുണ്ട്, അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തേത് ദബ്ഹു ബദന ലിഫുഖറാഇൽ ഹറം, ഹറമിലെ ഫക്കീറന്മാർക്ക് വേണ്ടി ഒരു ഒട്ടകത്തെ അറുത്തു കൊടുക്കേണ്ടതുണ്ട്, അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തേത് ഖദാഉ ഹാദൽ ഹജ്ജ് മിനൽ ആമിൽ ഖാദിം, തൊട്ടുടനെയുള്ള വർഷം ആ ഹജ്ജിനെ ഖളാ കിട്ടുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ 5 കാര്യങ്ങൾ അവന്റെ മേൽ നിർബന്ധമായി വരും എന്നുള്ളതാണ്. 1ാമത്തെ തഹല്ലുലിന് മുമ്പാണ് ഒരാളിൽ നിന്ന് ലൈംഗിക ബന്ധം സംഭവിക്കുന്നത് എങ്കിൽ ഭാര്യയുമായിട്ട്. ഇനി 1ാമത്തെ തഹല്ലുലിന് ശേഷമാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വഇൻ കാന ബഅദൽ വുഖൂഫ് ബിഅറഫ വത്തഹല്ലുലിൽ അവൽ ഫഇന്നഹു ലാ യുഫ്സിദു ഹജ്ജ, അത് അവന്റെ ഹജ്ജിനെ എന്താക്കുകയില്ല, ബാത്തുലാക്കി കളയുകയില്ല, ഫസാദാക്കുകയില്ല. വലാകിൻ യതറത്തബു അലൈഹി ദബ്ഹു ബദന, എന്നാലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായി തീരും എന്നുള്ളതാണ്. ഇതാണ് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്താലുള്ളതായ അതിന്റെ വിധികൾ 3ആയി തിരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ലൈംഗിക ബന്ധമോ അല്ലെങ്കിൽ വേട്ടയാടലോ അല്ലാത്തതാണ് എങ്കിൽ അവൻ ചെയ്യേണ്ടത് 3 ദിവസം നോമ്പെടുക്കുക, അല്ലെങ്കിൽ 6 പേർക്ക് ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു ആടിനെ അറുക്കുക. വേട്ടമൃഗങ്ങളെ വേട്ടയാടിയതാണ് എങ്കിൽ അതിന് തത്തുല്യമായത് ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, അറുത്തു കൊടുക്കുക. അതേപോലെ തന്നെ ലൈംഗിക ബന്ധമാണ് എങ്കിൽ ഇപ്പോൾ അവസാനം പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം, 2 രീതിയിൽ. 1ാമത്തെ തഹല്ലുലിന് മുമ്പാണ് എങ്കിൽ ഹജ്ജ് തന്നെ ബാത്തിലായി പോകും, തൗബ ചെയ്യണം, അത് പൂർത്തിയാക്കണം. അതേപോലെ തന്നെ തൊട്ടുടനെയുള്ള വർഷം അതിനെ ഖളാ വീട്ടുകയും ചെയ്യണം, ഒരു ഒട്ടകത്തെ അറുത്തു കൊടുക്കുകയും വേണം. 1ാമത്തെ തഹല്ലുലിന് ശേഷമാണ് സംഭവിക്കുന്നത് എങ്കിൽ ഹജ്ജ് ബാത്തിലായി പോവുകയില്ല, പക്ഷെ എന്ത് ചെയ്യണം, ഒട്ടകത്തെ അറുത്തു കൊടുക്കണം എന്നുള്ളതാണ്. 31ാമത്തെ ചോദ്യം, മാ ഹിയ സിഫത്തുൽ ഗുസ്ലി ലിൽ ഇഹ്റാം, ഇഹ്റാമിന് വേണ്ടി കുളിക്കൽ സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇഹ്റാമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇഹ്റാമിന് വേണ്ടി കുളിക്കേണ്ടത്?
അൽ ഗുസ്ലു ലിൽ ഇഹ്റാമി കൽ ഗുസ്ലി ലിൽ ജുമുഅ, ജുമുഅക്ക് വേണ്ടി എങ്ങനെയാണോ കുളിക്കുന്നത് അപ്രകാരം തന്നെയാണ് ഇഹ്റാമിന് വേണ്ടിയും കുളിക്കേണ്ടത്. ഫയബ്ദഉ ബഅദ തനവ്വുഫി ബിൽ വുദു, അപ്പോ അവൻ ആരംഭിക്കേണ്ടത് വൃത്തിയായതിനു ശേഷം, അതായത് അവന്റെ ഗുഹ്യരോമങ്ങൾ അതേപോലെ തന്നെ കക്ഷരോമങ്ങൾ അതെല്ലാം നീക്കം ചെയ്ത് മീശ വെട്ടി ഒതുക്കി ഇങ്ങനെയുള്ള വൃത്തിയാകലിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് വുദു ചെയ്യുക എന്നുള്ളതാണ്. ثم يحث على رأسه الماء ثلاث, പിന്നീട് തലയിൽ 3 പ്രാവശ്യം വെള്ളമൊഴിക്കണം. കുളിക്കുമ്പോൾ തലയിൽ 3 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകൽ സുന്നത്താണ്. ثم يغسل طرفه الأيمن, പിന്നീട് വലതുഭാഗം കഴുകണം. ثم الأيسر, പിന്നീട് ഇടതുഭാഗം. ثم قدميه, പിന്നെ 2 കാൽപാദവും കഴുകണം. ശരീരം 3 പ്രാവശ്യം കഴുകുക എന്നുള്ളത് കുളിയിൽ സുന്നത്തായ കാര്യമല്ല, തല കഴുകുക എന്നുള്ളതാണ് സുന്നത്തായ കാര്യം. ഇപ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, കുളിക്കേണ്ടത്. 32ാമത്തെ ചോദ്യം, ഹൽ യജൂസുൽ ഇഗ്തിസാലു വത്തനവ്വുഫു വത്തതഹുറു ഖബ്ല അൽ മീഖാത്ത്, മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന രീതിയിൽ കുളിക്കുകയും വൃത്തിയാവുകയും എല്ലാം ചെയ്യൽ അനുവദനീയമാണോ എന്നതാണ്. മീഖാത്തിൽ എത്തുന്നതിന് മുമ്പേ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം, യജൂസു ലിൽ ഇൻസാനി അൻ യതനവ്വഫ വ അൻ യതതഹറ ഖബ്ല അൽ മീഖാത്തി, മീഖാത്തിൽ എത്തുന്നതിന് മുമ്പേ ഒരാൾക്ക് ഇഹ്റാമിന് വേണ്ടി വൃത്തിയാകലും ശുദ്ധി വരുത്തലുമെല്ലാം അനുവദനീയമാണ്. ഇദാ കാന ലാ യുആഖിബു ദാലിക ദറനൻ ഫീ ബദനി, പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുളിച്ച് വൃത്തിയായതിനെല്ലാം ശേഷം മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് അവന്റെ ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവുകയില്ല എങ്കിൽ, ദീർഘദൂരം പ്രയാസമായിട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് അത്ര ശരിയായ രീതിയല്ല. നേരെ മറിച്ച് കുളിച്ച് വൃത്തിയായി എന്ത് ചെയ്യുന്നു, മീഖാത്തിൽ എത്തുന്നതിനിടയിൽ ധാരാളം ശരീരം മുഷിയാൻ എന്തില്ല, ഇടയില്ല, അങ്ങനെയാണെങ്കിൽ എന്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഫയഗ്തസിലു ഫിൽ ബൈത്തി, അപ്പൊ ഒരാൾക്ക് വീട്ടിൽ വെച്ച് കുളിക്കാം. വയതജഹസു, എന്നിട്ട് റെഡിയാകാം, ഇഹ്റാമിന്റെ വസ്ത്രങ്ങളെല്ലാം ധരിക്കാം. അങ്ങനെ സുമ്മ ബിമുഹാദാത്തിൽ മീഖാത്ത് യൻവിൻ നുസുക്, അങ്ങനെ മീഖാത്തിനോട് നേരെയാകുന്നതായ സ്ഥലത്ത് വെച്ച് അവൻ എന്ത് ചെയ്യണം, ഏത് കർമ്മമാണോ ഉദ്ദേശിക്കുന്നത് അതിനെ നിയ്യത്ത് ചെയ്യണം. അല്ലദീ യുരീദു വയദ്ഖുലു ഫിൽ ഇഹ്റാം, എന്നിട്ട് എന്ത് ചെയ്യണം, ഇഹ്റാമിൽ അവൻ പ്രവേശിക്കേണ്ടതുണ്ട്. ഇതാണ്. അപ്പൊ നേരത്തെ കുളിക്കുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. വിമാനത്തിലെല്ലാം യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും ഉചിതമായ കാര്യം. നേരത്തെ കുളിച്ച് റെഡിയായി എന്ത് ചെയ്യുക, യാത്ര ചെയ്യുക. 33, ഹൽ യജൂസു അൻ യൽബസ മലാബിസൽ ഇഹ്റാമി ഖബ്ല അൽ മീഖാത്ത്, മീഖാത്തിൽ എത്തുന്നതിന് മുമ്പേ ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിക്കൽ അനുവദനീയമാണോ? യജൂസു ലബ്സു മലാബിസിൽ ഇഹ്റാമി ഖബ്ല അൽ മീഖാത്ത്, അതിനുള്ള ഉത്തരവും അപ്രകാരമാണ്. മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നത് അനുവദനീയമാണ്. വലൗ ഫീ ബൈത്തി, അത് വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിലും ശരി. വഹാദാ ഐസറു ലിമൻ യുഹരിമു ബിത്വാഇറ, വിമാനത്തിൽ ഇഹ്റാം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് അവന് ഏറ്റവും എളുപ്പമായത്. ഫയസ്അദൂന ഫീ ലിബാസിൽ ഇഹ്റാം, അപ്പോൾ അവൻ വിമാനം കയറുമ്പോൾ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ കയറുന്നു. വലാകിൻ ലാ യൻവൂനൽ ദുഖൂല ഫിൻ നുസുകി ഇല്ലാ ഫിൽ മീഖാത്ത്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ നുസുക്കിലേക്ക്, ഹജ്ജിന്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള നെയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്? അത് മീഖാത്തിലെത്തുമ്പോഴാണ്. ഇതിൽ ധാരാളം ആളുകൾക്ക് പിഴവ് സംഭവിക്കലുണ്ട്. പല ആളുകളും സാധാരണ രീതിയിൽ ഹജ്ജ് ക്യാമ്പിലെല്ലാം എന്ത് ചെയ്യും, ആദ്യമേ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിരുത്തും, എന്നിട്ട് നെയ്യത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇഹ്റാം ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കയറ്റിവിടുക. അതല്ല സുന്നത്തായ രീതി. സുന്നത്തായ രീതി മീഖാത്തിൽ ചെന്നതിന് ശേഷം, മീഖാത്തിലെത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, ഇഹ്റാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? വസ്ത്രമെല്ലാം, കുളിച്ച വസ്ത്രമെല്ലാം മാറി അവൻ വിമാനത്തിൽ കയറുക. അങ്ങനെ മീഖാത്തിനോട് അടുക്കുന്നതായ സമയത്ത് അവൻ എന്ത് ചെയ്യുക, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. ഔ ബി മുഹാദാത്തി, ഒന്നുകിൽ മീഖാത്തിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ അതിനോട് വിമാനമാർഗത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിനോട് തുല്യമാകുന്ന സ്ഥലത്തെത്തുമ്പോൾ. ഔ ഖബ്ലഹു ബിയസീരിൻ ഇൻ ഖശൗ തജാവസ, അല്ലെങ്കിൽ അതിനെത്തുന്നതിന് തൊട്ട് മുമ്പ് അവനക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. കാരണം മീഖാത്തിലെത്തു അറിയിക്കുമ്പോൾ മീഖാത്തിനെ കുറിച്ച് അറിയിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കടന്നുപോയേക്കും. വിമാനം വലിയ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് കഴിഞ്ഞു പോയേക്കും എന്ന് ഭയപ്പെടുകയാണ് എങ്കിൽ തൊട്ട് മുമ്പ് എന്ത് ചെയ്യാം, എങ്ങനെയാണ് എങ്കിലും സാധാരണ രീതിയിൽ വിമാനങ്ങളിൽ എന്ത് ചെയ്യും, അരമണിക്കൂർ മുമ്പ് ഇഅ്ലാൻ ചെയ്യും, അനൗൺസ് ചെയ്യും. അതിനുശേഷം മീഖാത്തിലെത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് വീണ്ടും എന്ത് ചെയ്യും, ഇഅ്ലാൻ ചെയ്യും, അറിയിക്കും. ശേഷം വീണ്ടും മീഖാത്തിലെത്തുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും, ഇഅ്ലാൻ ചെയ്യും. അപ്പോ ആദ്യത്തെ അറിയിപ്പിന് ശേഷം 10 മിനിറ്റിന് മുമ്പുള്ള വീണ്ടും ഒരു അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാം,
അവൻ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാം. അതാണ് ഉചിതം. സംശയങ്ങൾ പിന്നെ ബാക്കി വെക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാം. ഇനി എല്ലാ വിമാനങ്ങളിലും അറിയിക്കുമോ എന്ന് ചോദിച്ചാൽ സൗദി എയർലൈൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അറിയിക്കുമോ, നിർബന്ധമാണ് അവരുടെ മേൽ അറിയിക്കൽ. അങ്ങനെ അറിയിക്കലുണ്ട്. അതല്ലാത്തതാണെങ്കിൽ അങ്ങനെ അറിയിപ്പ് കിട്ടുമോ എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, ചോദിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ അറിയിപ്പ് കിട്ടുമെന്നുള്ള ബോധ്യമില്ല എങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, വിമാനത്തിൽ കയറി 1-2 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇഹ്റാമിലേക്ക് പ്രവേശിച്ചേക്കുക. പിന്നീട് സംശയത്തിന് ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, മീഖാത്തിലേക്ക് എത്തുക. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്തേക്കുക, ഇഹ്റാമിൽ പ്രവേശിച്ചേക്കുക എന്നുള്ളതാണ്. ഇതാണ് ചെയ്യേണ്ടത്. 34ാമത്തെ ചോദ്യം, ഫി അയ്യി ഷൈഇൻ യുഹരിമു റജുൽ, ഒരു പുരുഷൻ ഏതൊരു വേഷത്തിലാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? യുഹരിമു റജുലു ഫി സൗബൈൻ, 2 വസ്ത്രത്തിലാണ് ഒരു പുരുഷൻ എന്ത് ചെയ്യേണ്ടത്, ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. റിദാഇൻ വ ഇസാരിൻ, അത് മേൽമുണ്ടും അരമുണ്ടുമാണ്. യജ്അലുൽ ഇസാറ മൽഫൂഫൻ അലാ ഹഖ്വൈ, അവന്റെ അരമുണ്ടിനെ എന്ത് ചെയ്യുക, അരയുടെ മേൽ ചുറ്റിക്കെട്ടിയതായിട്ട് ഉടുക്കുക. വലാ യജ്അലു ലഹു അസ്റാറൻ വലാ സഹാബ, അതിന് ബട്ടൺസുകൾ പിടിപ്പിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ സിബുകൾ പിടിപ്പിക്കാൻ പാടില്ല പരസ്പരം കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി. വലാ യകൂനു ലഹു സൈറുൻ മിൻഹു വഫി, അതല്ലെങ്കിൽ നൂലുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ പാടില്ല രണ്ടും തമ്മിൽ. വയജ്അലു റിദാഅ അലാ ആതിഖി, അതേപോലെ തന്നെ മേൽമുണ്ട് 2 തോളുകളുടെ മേൽ ഇടുക. ഇതും ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. പരസ്പരം കൂട്ടിച്ചേർക്കുന്ന രീതിയിലുള്ള ഒന്നും പാടില്ല. ബട്ടൺസുകളോ സിപ്പുകളോ അതല്ലെങ്കിൽ നൂലുകൾ പരസ്പരം അങ്ങോട്ടും കെട്ടുകയോ മറ്റും ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയാണ് പുരുഷൻ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട വസ്ത്രം. ഫി അയ്യി ഷൈഇൻ തുഹരിമുൽ മർഅ, ഏത് വസ്ത്രത്തിലാണ് ഒരു സ്ത്രീ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? തുഹരിമുൽ മർഅതു ഫി അയ്യി നൗഇൻ മിൻ അൻവാഇ സിയാബ്, ഏത് വസ്ത്രത്തിലും അവൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കൽ അനുവദനീയമാണ്. വ ഇഹ്റാമുഹാ ഫി വജ്ഹിഹാ വ കഫൈഹാ, എന്നാൽ ഇഹ്റാമിൽ പ്രത്യേകമായി അവൾക്ക് ശ്രദ്ധ പുലർത്തേണ്ടത് മുഖത്തിലും 2 മുൻകൈയിലുമാണ്. അത് ഇഹ്റാമിൽ മറയ്ക്കുക എന്നുള്ളതല്ല ശരീഅത്തിന്റെ രീതി. ഫലാ യജൂസു ലഹാ അൻ തുഗത്തിയൽ വജ്ഹ ബിൻ നിഖാബ്, അതുകൊണ്ട് നിഖാബ് കൊണ്ട്, മുഖവസ്ത്രം കൊണ്ട് മുഖത്തെ അവൾ മൂടാൻ പാടില്ല. വലൽ യദൈനി ബിൽ ഖുഫാസ്, അതേപോലെ 2 കരങ്ങൾ ഗ്ലൗസുകൾ കൊണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, മറയ്ക്കാൻ പാടില്ല. വഇന്നമാ തുഗത്തി ബിഅയ്യി ഷൈഇൻ ആഖർ, എന്നാൽ വേറെ ഏത് വസ്തുക്കൾ കൊണ്ടും അതിനെ മൂടൽ അനുവദനീയവുമാണ്, മൂടാവുന്നതാണ്. ഫി ഗൈരി സൂറത്തിൻ നിഖാബി വൽ ഖുഫാസ്, അത് മുഖവസ്ത്രത്തിന്റെ നിഖാബിന്റെ രീതിയിലാകാൻ പാടില്ല, കയ്യുറയുടെ രീതിയിലാകാം. കയ്യുറ എന്ന് പറഞ്ഞാൽ വിരൽ മുതൽ ഇങ്ങനെ അകത്ത് കയറിടുന്നതാണ്, അതും പാടില്ല. അതും അല്ലാത്ത ഏതെങ്കിലും രൂപത്തിൽ മറയ്ക്കാം. വതതജന്നബു സീന ഫി ഇഹ്റാമിഹാ, ഇഹ്റാമിൽ അഴകാകുന്നതിന് വെടിയുക എന്നുള്ളതും അനിവാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ നിഖാബ് ധരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക്, കയ്യുറയും ധരിക്കാൻ പാടില്ല. അതല്ലാത്തത് കൊണ്ട് പുരുഷന്മാരുടെ ഇടയിൽ മുഖവും അതേപോലെ തന്നെ മുൻകൈയും മറയ്ക്കുന്നത് കൊണ്ട് വിരോധമില്ല, മറയ്ക്കലാണ് അനിവാര്യം. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസ് ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുമുണ്ട്. 36ാമത്തെ ചോദ്യം, ഇദാ നസിയൽ ഇൻസാനു സിയാബൽ ഇഹ്റാമി ഫമാദാ യഫഅൽ, ഒരാൾ ഇഹ്റാമിന്റെ വസ്ത്രം മറന്നുപോയി, ലഭ്യമായില്ല, അതല്ലെങ്കിൽ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഏതെങ്കിലും രീതിയിൽ അഴുക്കായി, അത് ഉപയോഗശൂന്യമായ അവസ്ഥയിലായി, എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ യുഹരിമു ഫി അയ്യി സൗബി യുംകിൻ, സാധ്യമായ ഏത് വസ്ത്രത്തിലും അവൻ എന്ത് ചെയ്യാം, ഇഹ്റാം ചെയ്യാം. ലാകിൻ ബിന്നിസ്ബതി ലിർറജുലി യജ്അലു സൗബ അലാ സൂറത്തി റിദാഇൻ മുൽഖൻ അലാ ആതിഖി. എന്നാൽ ഒരു പുരുഷൻ എന്ത് ചെയ്യണം? പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ ലഭ്യമായ ഒരു വസ്ത്രത്തെ അവൻ മേൽമുണ്ട് പോലെ എന്ത് ചെയ്യുക, ഇടുക. വൽ ഇസാറ മൽഫൂഫൻ അലാ ഔറതിഹി, എന്നിട്ട് വേറൊരു വസ്ത്രം കൊണ്ട് അരമുണ്ട് പോലെയും എന്ത് ചെയ്യുക, അവൻ ഉടുക്കുക. ഫയുംകിനു ജഅല സൗബി അദ്ദഷ്ദാഷ, ദഷ്ദാഷ പോലെ നീണ്ട വസ്ത്രത്തിനാണ് സാധാരണ പറയാ അറബികളൊക്കെ ഉപയോഗിക്കുന്ന, അത് എന്ത് ചെയ്യുക, അത് അവൻ കരിദാഇ അലാ ആതിഖി, മുതുകിലെ ഒരു മേൽമുണ്ട് പോലെ അത് ഇട്ടേക്ക്. ഒരു വേറെ വസ്ത്രമായിരിക്കും, ചിലപ്പോൾ ഷർട്ടായിരിക്കാം, അത് ഷർട്ട് ഇടുന്നത് പോലെ ഇടരുത്, പിന്നെ എന്ത് ചെയ്യണം, മേൽമുണ്ട് ധരിക്കുന്നത് പോലെ ഇട്ടേക്കുക. അല്ലെങ്കിൽ വജഅലു ഷിമാ ഔ ഷാൾ അവിൽ ബുഷ്ത് ഇസാറൻ, ഷാളുകൾ അല്ലെങ്കിൽ മേൽവസ്ത്രമായിട്ട് സാധാരണ ധരിക്കുന്ന നീണ്ട വസ്ത്രങ്ങൾ, ഇതുപോലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുക,
അത് മേൽമുണ്ട് പോലെ വെറുതെ ധരിച്ചേക്കുക, കയ്യും മറ്റും ഇട്ടിട്ട് എന്ത് ചെയ്യുക, ധരിക്കലല്ല. അതല്ലാതെ മേൽമുണ്ട് എന്നുള്ള രീതിയിൽ ഇട്ടേക്കുക. ഹത്താ യതവഫറ റിദാ വൽ ഇസാർ, ഏതുവരെയും അരമുണ്ടും അതേപോലെ തന്നെ ശരിയായ മേൽമുണ്ടും കിട്ടുന്നതുവരെയും അപ്രകാരം എന്ത് ചെയ്യുക, ധരിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. 37ാമത്തെ ചോദ്യം, ഹൽ യജൂസു അൻ യകൂന സൗബുൽ ഇഹ്റാമി മുഅത്തറ, ഇഹ്റാമിന്റെ വസ്ത്രം സുഗന്ധം തേച്ചതാകൽ അനുവദനീയമാണോ? ലാ യജൂസു അൻ യകൂന സൗബൽ ഇഹ്റാമി മുതയ്യബൻ, സുഗന്ധം ഉപയോഗിച്ചതാവുക എന്നുള്ളത് അനുവദനീയമല്ല ഇഹ്റാമിന്റെ വസ്ത്രം. ഔ മഗ്സൂലൻ ബിസ്സഅഫറാനി ഔ ബിൽവർസി ഔ ബിഅയ്യി നൗഇൻ മിൻ അൻവാഇ ത്വീബി വലാ ബിമാഇൽ വർദി. സാധാരണ രീതിയിൽ സുഗന്ധത്തിന് പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുങ്കുമപ്പൂവ്, കുങ്കുമത്തിന്റെ പൊടി, അതേപോലെ തന്നെ സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കഴുകലുണ്ട്. അതല്ലെങ്കിൽ റോസ് വെള്ളം, പനിനീരിന്റെ വെള്ളം, ഇങ്ങനെ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒന്ന് അതിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് കഴുകിയതാകാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, അത് അതിന്റെ വാസന ഉണ്ടാവും. അത് പാടില്ലാത്ത കാര്യമാണ്. അതിൽ അത്ര തേക്കുക എന്നുള്ളതും പാടില്ല. അതേപോലെ തന്നെ അതുപോലുള്ളതായ വസ്തുക്കൾ കൊണ്ട് കഴുകിയതാകാനും പാടില്ല. 38ാമത്തെ ചോദ്യം, ഹൽ യജൂസു ലിമൻ അറാദൽ ഇഹ്റാമ അൻ യദഅ അത്വീബ ഖബല നിയ്യ, നിയ്യത്തിന് മുമ്പ് ഒരാൾക്ക്, ഇഹ്റാമിനെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് സുഗന്ധം ഉപയോഗിക്കൽ അനുവദനീയമാണോ? നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്. നഅം യജൂസു ലിമൻ അറാദൽ ഇഹ്റാമ അൻ യദഅ അത്വീബ അലാ ശഅരിഹി വറഅസിഹി വബദനി, അവന്റെ തലയിൽ, മുടിയിൽ, അതുപോലെ തന്നെ താടിയിൽ, രോമങ്ങളിൽ, ശരീരത്തിലെല്ലാം സുഗന്ധം ഉപയോഗിക്കുന്നത് അനുവദനീയമാണ് ഇഹ്റാം ഉദ്ദേശിക്കുന്നയാൾക്ക്. എപ്പോഴാണത് ചെയ്യേണ്ടത്? വലാകിൻ യതജന്നബു വദഅഹു അലാ സൗബിൽ ഇഹ്റാം, പക്ഷെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഉപയോഗിക്കുന്നതിനെ തൊട്ട് അവൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ടതുണ്ട്, അതിനെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഫൈൻ വഖഅ ശൈഉൻ മിന അത്വീബി അലാ സൗബിൽ ഇഹ്റാമി ഗസല, ഇനി മറ്റേ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അതിൽ നിന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിന് കഴുകുക എന്നുള്ളതും എന്താണ്? നിർബന്ധമായ കാര്യമാണ്. അത് കഴുകിക്കളയേണ്ടതുമുണ്ട്. അപ്പോ നെയ്യത്തിന് മുമ്പ്, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കൽ അനുവദനീയമാണ്, വസ്ത്രത്തിലാകാൻ പാടില്ല. വസ്ത്രത്തിൽ ആയാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിന് കഴുകേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോ വസ്ത്രം കൊണ്ടുപോകുന്ന സമയത്ത് ലഗേജ് എല്ലാം പാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അത്തറോ മറ്റെല്ലാം ഇതിന് കൂടെ വച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത് മറഞ്ഞിട്ട് ഈ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകലുണ്ട്. അത് സൂക്ഷിക്കൽ എന്താണ്? അനിവാര്യമായി. ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ആ വസ്ത്രത്തിൽ നിന്ന് കഴുകി നീക്കം ചെയ്യേണ്ടതുണ്ട്. അതെ, കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത്തരക്ക് തേക്കുന്നു. അതായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും തലയിൽ തേക്കുക, എന്ത് ചെയ്യുക? താടിയിൽ തേക്കുക. പിന്നെ ശരീരത്തിൽ തൂക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യുക? സാധാരണ ദുർഗന്ധം വരുന്ന സ്ഥലങ്ങള്, കഷ്ടം പോലുള്ള വസ്തുക്കളുടെ എന്താണ് അവിടെയാണ്. അതെ അതെ, ആ ഇതിനകത്താകാൻ പാടില്ല, വസ്ത്രത്തിലാകാൻ പാടില്ല. അതെ, അത് സാധാരണ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാലേ കക്ഷത്തിന്റെ താഴ്ഭാഗത്താണ് ചെയ്യണത്. ആ രീതിയിലാവുമ്പോൾ എന്ത് ചെയ്യില്ല? ശരി, വസ്ത്രത്തിലേക്ക് ആവുകയില്ല. ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത് സാധാരണ. അതായത് ശരി, വസ്ത്രത്തിൽ ഇനി ആകുമെന്ന് കണ്ടാൽ എന്ത് ചെയ്യാൻ പാടില്ല? ആകുന്ന ഭാഗത്ത് തേക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെ, മുടിയിൽ തേക്കാം, അതേപോലെ തന്നെ താടിയിൽ തേക്കാം, ശരീരത്തിലും തേക്കാം. പക്ഷെ ശരീരത്തിൽ വസ്ത്രത്തിലേക്ക് ആകുന്നുണ്ട് എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? ആയിക്കഴിഞ്ഞാൽ അത് കഴുകിക്കളയും, അനിവാര്യമാണ്. ഇനി മാദാ യഫ്അലു ബഅദ ലബ്സി സൗബിൽ ഇഹ്റാം, ഇങ്ങനെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു മുഹരിം ചെയ്യേണ്ടത്? ബഅദ തനവ്വുഫി വതതഹുരി വലബ്സി സൗബിൽ ഇഹ്റാമി യുസല്ലി റകഅത്തൈൻ, ഇങ്ങനെ ഒരാൾ ശുദ്ധിയായതിനു ശേഷം, കുളിച്ചതിന് ശേഷം, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചതിന് ശേഷം 2 റകഅത്ത് അവൻ നമസ്കരിക്കണം. അത് ഏത് നമസ്കാരമാണ് നമസ്കരിക്കേണ്ടത്? അതിൽ ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. സവാഉൻ ലിന്നുസുകി ഔ അയ്യ സ്വലാ, അത് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ 2 റകഅത്താകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും നമസ്കാരമാകട്ടെ. അപ്പൊ ഇഹ്റാമിന്റേത് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു നമസ്കാരം എന്ത് ചെയ്തിട്ടില്ല? സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇഹ്റാമിന് വേണ്ടി 2 റകഅത്ത് എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്തത് ദുഹർ നമസ്കാരത്തിന് ശേഷമാണ്. അപ്പോ ഇഹ്റാം ചെയ്യുമ്പോൾ 2 റകഅത്ത് നമസ്കരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്നത്.
ഇഹ്റാം ചെയ്തിരിക്കുന്നത്. അപ്പോ ആ സമയത്ത് ഏത് നമസ്കാരമാണോ നിയമമാക്കപ്പെട്ടിട്ടുള്ളത് അത് നമസ്കരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഒരാൾ വുദൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വുദൂഇന് 2 റക്അത്ത് നമസ്കരിക്കാം. അതല്ലെങ്കിൽ അടുത്ത് പള്ളികളിലുള്ള സ്ഥലമാണെങ്കിൽ പള്ളിയിൽ കയറുമ്പോഴുള്ള നമസ്കാരങ്ങളാകാം. അല്ലെങ്കിൽ ഫർദ് നമസ്കാരത്തിന്റെ സമയമാണെങ്കിൽ ഫർദ് നമസ്കരിക്കാം. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ മതി. അങ്ങനെ നമസ്കാരത്തിന് ശേഷം എപ്പോഴാണോ അവന്റെ വാഹനത്തിലേക്ക് അവൻ കയറുന്നത്, സയ്യാറതഹു ത്വായിറത, അത് കാറാകട്ടെ അതല്ലെങ്കിൽ അവന്റെ വിമാനമാകട്ടെ, ബിഹിദാഇൽ മീഖാത്തി ലബ്ബ ബിന്നുസുകില്ലദി യുരീദു, അങ്ങനെ മീഖാത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ, അതിന് നേരെയായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക? അവൻ ഉദ്ദേശിക്കുന്ന കർമ്മം ഏതാണോ അതിനു വേണ്ടിയിട്ട് അവൻ തൽബിയത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോ 39ാമത്തെ ചോദ്യം അപ്രകാരമാണ്: ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് 2 റക്അത്ത് നമസ്കരിക്കുക. നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക? അത് ഏത് നമസ്കാരമാണ് എന്നുള്ളത് ഉലമാക്കൾ കേൾക്കുന്നുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഹദീസുകളിൽ ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്ത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എങ്കിലും പ്രബലരായ പല ഉലമാക്കളും അത് സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഹദീസുകളിൽ അങ്ങ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതിനാൽ നിയമമാക്കപ്പെട്ട ഏതെങ്കിലും നമസ്കാരം ചെയ്യുക, നമസ്കരിക്കുക, ശേഷം എന്ത് ചെയ്യുക? പ്രവേശിക്കുക എന്നുള്ളതാണ് കൂടുതൽ അനുയോജ്യമായിരിക്കുന്ന കാര്യം. 40ാമത്തെ ചോദ്യം: ബിഅയ്യി ഷൈഇൻ യുസ്ബിഹുൽ ഇൻസാനു മുഹ്രിമ, ഒരു മനുഷ്യൻ മുഹ്രിമായിട്ട് ഇഹ്റാം ചെയ്തവനായി മാറുന്നത് എന്തുകൊണ്ടാണ്? എന്ത് ചെയ്യുമ്പോഴാണ് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചവനായി മാറുക? യുസ്ബിഹുൽ ഇൻസാനു മുഹ്രിമൻ ബിന്നിയ്യ, നിയ്യത്ത് കൊണ്ടാണ് ഒരാൾ മുഹ്രിമായി മാറുക. നിയ്യത്താണ് പ്രധാനം. വസ്ത്രം ധരിക്കലോ അതല്ല എങ്കിൽ ലബ്ബൈക ചൊല്ലലോ അല്ല, പിന്നെന്ത് വേണം? മനസ്സിൽ നിയ്യത്താണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. വഅലാമതുഹു അത്തലഫ്ഫുദു ബിന്നുസുക്, അതിന്റെ അടയാളമാണ് ഞാൻ ഇന്ന കർമ്മമാണ് ചെയ്യുന്നത് എന്ന് മൊഴിയൽ. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറയുന്നത് അതിന്റെ ഒരു അടയാളം മാത്രമാണ്. വഅമ്മാ നഫ്സു നിയ്യത്തിൽ ഹജ്ജ് ഫഹിയ മൗജൂദത്തുൻ മിൻ ഖബൽ, എന്നാൽ എന്തുണ്ട്? ഹജ്ജിനാണ് പോകുന്നത് അല്ലെങ്കിൽ ഉംറക്കാണ് പോകുന്നത് എന്ന് സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിലുണ്ട്. എന്നാൽ ഞാൻ എന്ത് ചെയ്യാണ്? ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മനസ്സിൽ കരുതുന്നതിനോടുകൂടെ അതിന്റെ അടയാളമായിട്ട് എന്ത് ചെയ്യുന്നു? അല്ലാഹുമ്മ ലബ്ബൈക, ഏത് കർമ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതിനെന്ത് ചെയ്യുന്നു? മൊഴിയുകയും ചെയ്യുക. അതോടെയാണ് ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്, മുഹ്രിമായി തീരുന്നത്. അപ്പോഴാണ് അവൻ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കരുതുന്നതിനോടുകൂടെ എന്ത് ചെയ്യുക? ഏത് കർമ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത് അത് മൊഴിയുകയും ചെയ്യുക. ഇതാണ് മൊഴിയുന്നത്, നിയ്യത്തല്ല. ശേഷം ഇൻഷാ അല്ലാഹ് പറയും. കൈഫ യുഹദ്ദിദുൽ ഇൻസാനു നുസുകഹു നൗഅ മാ യുഹരിമു ബി, ഒരാൾ അവൻ ഉദ്ദേശിക്കുന്നതായ കർമ്മത്തെ പ്രത്യേകമായി നിജപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇന്ന കർമ്മമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് പ്രത്യേകമായിട്ട് നിർണയിക്കുന്നത് എങ്ങനെയാണ്? യുഹദ്ദിദു നുസുകഹു ബിമഅരിഫത്തി ദിഹീലി അൻവാഇൽ അൻസാഖ്, അത് തിരിച്ചറിയുന്നത്, നിർണയിക്കുന്നത് കർമ്മങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഫയൻദുർ അവ്വലൻ ഹൽ യുരീദുൽ ഇഹ്റാമ ലിൽ ഉംറ ഔ അവിൽ ഹജ്ജ്, അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ ഹജ്ജിനാണോ പോകുന്നത് അതല്ല ഉംറക്കാണോ, ഹജ്ജാണോ ഉദ്ദേശിക്കുന്നത് ഉംറയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. ഫഹാദാ ഷൈഉൻ, അതാണ് ഒരു കാര്യം. സുമ്മ യൻദുർ അയ്യ അൻവാഇൽ ഹജ്ജ് യുരീദ്, ഇനി ഹജ്ജാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹജ്ജിന്റെ 3 ഇനങ്ങളുണ്ട്. ഏതെങ്കിലും മൂന്നിലേതെങ്കിലും ഒരു ഇനത്തിൽ ഹജ്ജ് ചെയ്യാം. അതിൽ ഏത് ഇനമാണ് ഞാൻ ഹജ്ജ് ചെയ്യാൻ പോകുന്നത് എന്നത് അവൻ നോക്കുക. ഫമൻ അറാദ ദുഖൂല ഫീ നിയ്യത്തിൽ ഉംറതി ഫഖത്ത്, ഒരാൾ വെറുതെ ഉംറ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഫയഖൂൽ, അവൻ പറയണം ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറയണം. വമൻ അറാദൽ ഹജ്ജ ഫഖത്ത്, ഒരാൾ വെറും ഹജ്ജ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാൽ യഖൂലു ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ എന്ന് പറയണം. വമൻ അറാദൽ ഖിറാന അൽ ഉംറത വൽ ഹജ്ജ മഅൻ, ഒരാൾ ഖിറാനാണ് ഉദ്ദേശിക്കുന്നത്, ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യലാണ്, എങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറതൻ എന്ന് പറയണം. രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് പറയണം. ഇതാണ് ചെയ്യേണ്ടത്. വബിഹാദാ യകൂനു ഖദ് ദഖല ഫിൽ ഇഹ്റാമി, അതിലൂടെ അവൻ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. വഅസ്ബഹ ഹറാമൻ അലൈഹി അഷ്യാഅ മുഅയ്യന മർറ ദിക്റുൽ മഹ്ദൂറാത്ത്, അതോടുകൂടി അവൻ എന്ത് ചെയ്തു? ചില നിർണിതമായ കാര്യങ്ങൾ കാനത്ത് ഹലാലൻ അലൈഹി, അവനക്ക് അനുവദനീയമായിരുന്ന
പല കാര്യങ്ങളും ഒന്നായി മാറി, അവന് ഹറാമായി മാറി. നേരത്തെ പറഞ്ഞിരുന്ന വഹാദാ ബിമൻസിലത്തി തക്ബീറത്തുൽ ഇഹ്റാമി ഫി സ്വലാത്ത്. ഇങ്ങനെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറ എന്നുള്ള വാക്കുകൾ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സ്ഥാനം എന്താണോ അതാണ്. നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയും, അതാണോ നെയ്യത്തതല്ല. എന്നതുപോലെ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് പിന്നെ സംസാരം നിഷിദ്ധമാകും, ഭക്ഷണം കഴിക്കൽ നിഷിദ്ധമാകും, പല കാര്യങ്ങളും നിഷിദ്ധമാകും. എന്നതുപോലെ ഹജ്ജിന് നിയ്യത്ത് ചെയ്ത് ഈ ലഫ്ള് മൊഴിയുന്നതിനോട് കൂടിയിട്ട് എന്തായി മാറി, അവന് ഹജ്ജ് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ അവന്റെ മേൽ നിഷിദ്ധമായി മാറി എന്നുള്ളതാണ്. ഫകമാ യുഹരിമു അലൽ മുസല്ലി അൽ കലാം فكما يحرم على المصلي الكلام بعد تكبيرة الإحرام فكذلك المحرم يحرم عليه محظورات الإحرام بتلفظه بالنسك. നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നതിലൂടെ സംസാരവും മറ്റുമെല്ലാം നിഷിദ്ധമാകുന്നത് പോലെ ഈ പറയുന്ന നുസുക്ക് മൊഴിയുന്നതിലൂടെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് എന്ത് ചെയ്തു, ഇഹ്റാമിന്റെ നിഷിദ്ധങ്ങളും എന്തായി മാറി, അപ്പോൾ മുതൽ നിഷിദ്ധമായി മാറി എന്നുള്ളതാണ്. ഇനി മൽ മുറാദു ബി നുസുക്കി അത്തമത്തുഇ വൽ ഖിറാനി വൽ ഇഫ്റാദ്. ഹജ്ജ് 3 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊന്ന് തമത്തുഅ, 2 ഖിറാൻ, 3 ഇഫ്റാദാണ്. ഇത് ഈ 3 കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അൽ അൻസാഖു സലാസ വഹിയ. ഇങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങൾ 3 എണ്ണമാണ്. അത് അത്തമത്തുഅ, ഒന്നാമത്തേത് തമത്തുഅ ആണ്. വഹുവ അൻ യുഹരിമ ബിൽ ഉംറതി വഹദഹാ ഫി അശ്ഹുരിൽ ഹജ്ജി. തമത്തു എന്ന് പറഞ്ഞാൽ, തമത്തു ആണ് സാധാരണ രീതിയിൽ അധികം ആളുകളും ചെയ്യുന്നത്. തമത്തു എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസങ്ങളിൽ, ഹജ്ജിന്റെ മാസം ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷവ്വാൽ 1 മുതലാണ് തുടങ്ങുന്നത്. ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജയുടെ ആദ്യ 10 രാത്രികളാണ്. അപ്പൊ ഹജ്ജിന്റെ മാസങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നു. മീഖാത്തിൽ നിന്ന് ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നു. ഫയതൂഫു ലിഉംറതിഹി വയസ്ആ വയുഹ്ലികു ഔ യുഖ്സിർ. എന്നിട്ട് അവൻ ഉംറക്ക് വേണ്ടി തവാഫ് ചെയ്തു, സായി ചെയ്തു, എന്നിട്ട് മുടി മുണ്ടനം ചെയ്തു അല്ലെങ്കിൽ അതിനെ കുറച്ചു. ثم يمكث في مكة حلالا. എന്നിട്ട് മക്കയിൽ തന്നെ താമസിക്കുന്നു. ഇഹ്റാമിലല്ല, പിന്നെയോ ഹലാലായിട്ട്, അതായത് ഇഹ്റാമിൽ നിന്ന് വിരമിച്ചവനായിട്ട് എന്ത് ചെയ്യുന്നു, മക്കയിൽ തന്നെ താമസിക്കുന്നു. ഹത്താ ഇദാ ജാഅ യൗമു തർവിയ. അങ്ങനെ യൗമു തർവിയ വന്നാൽ, യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8 ആണ്. ദുൽഹിജ്ജ 8 എത്തിക്കഴിഞ്ഞാൽ വഹുവൽ യൗമു സാമിൻ അഹ്റമ മിൻ മകാനിഹി ബിൽ ഹജ്ജ് വഹദ. മക്കയിൽ എവിടെയാണോ അവൻ താമസിക്കുന്നത് അവിടെ നിന്ന് ഹജ്ജിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. വഅതാ ബിജമീഇ അഫ്ആലിൽ ഹജ്ജ്. എന്നിട്ട് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും കൊണ്ടുവരുന്നു. വഹാദാ അൻ-നുസുക് വഹാദാ അൻ-നുസുക് അഫ്ളൽ. ഇതാണ് ഹജ്ജിന്റെ 3 ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്, തമത്തു ആയിട്ട് ഇങ്ങനെ ചെയ്യലാണ്. അതായത് ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് മീഖാത്തിൽ നിന്ന് പോകുന്നു, ഉംറ നിർവഹിച്ച്, സാധാരണ ഉംറ നിർവഹിക്കുന്നത് പോലെ ഉംറ നിർവഹിച്ച് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു, വിരമിക്കുന്നു. അതിനുശേഷം പിന്നീട് ദുൽഹിജ്ജ 8 മക്കയിൽ എവിടെയാണോ അവൻ താമസിക്കുന്നത് അവിടെ നിന്ന് തന്നെ, പിന്നെ മീഖാത്തിൽ പോകേണ്ടതില്ല, എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇതാണ് തമത്തു. ഇതാണ് ഏറ്റവും അഫ്ളലായ ഹജ്ജിന്റെ രൂപങ്ങളിൽ ഏറ്റവും അഫ്ളലായത് ഇതാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാക്കൾക്കുണ്ടെങ്കിലും അതാണ് ഏറ്റവും അഫ്ളൽ. കാരണം എന്താണ്? ലഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. വഹത്ത അലൈഹി, അതിന്റെ മേൽ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വഅതറ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅന്നഹു ലം യഫ്അൽഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഇങ്ങനെയല്ല ചെയ്തത്, തമത്തു ആയിട്ടല്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണവും ബോധിപ്പിച്ചിട്ടുണ്ട്. ലിഅന്നഹു ഖദ് സാഖൽ ഹദിയ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് അറബ് മൃഗത്തെയും നയിച്ചുകൊണ്ടാണ്, അറബ് മൃഗത്തെയുമായിട്ടാണ് വന്നത്. അവിടെ വന്നിട്ട് അറബ് മൃഗത്തെ വാങ്ങി അറുക്കുകയല്ല ചെയ്തത്, പിന്നെയോ അറബ് മൃഗത്തെ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരാൾ സ്വന്തം നാട്ടിൽ നിന്ന് അറബ് മൃഗത്തെയുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഖിറാനാണ് അവൻ ചെയ്യേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ. അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അഫ്ളൽ ഏതാണ്? തമത്തു ആണ്. കാരണം ബലിമൃഗത്തെ കൊണ്ടുവരാത്ത ആളുകൾ എന്ത് ചെയ്യട്ടെ, ഉംറ ചെയ്ത് വിരമിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന കൊടുത്തിട്ടുണ്ട്, അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, നബി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് തമത്തു. രണ്ടാമത്തേത് അൽ ഖിറാൻ. ഖിറാനാണ്. ഖിറാൻ എന്ന് പറഞ്ഞാൽ അൻ യുഹരിമ ബിൽ ഉംറതി വൽ ഹജ്ജി ജമീഅ. ഹജ്ജിനും ഉംറക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യുക,
ഇഹ്റാമിൽ പ്രവേശിക്കുക മീഖാത്തിൽ നിന്ന് തന്നെ. ഔ യുഹരിമ ബിൽ ഉംറത്തി അവ്വലൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരാൾ ഉംറക്ക് വേണ്ടി ആദ്യം ഇഹ്റാം ചെയ്തു പോകുന്നു. അങ്ങനെ സുമ്മ യദ്ഖുലുൽ ഹജ്ജ അലൈഹി ഖബ്ല ശുറൂഇ ഫീ തവാഫിയ, ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു, പക്ഷേ മക്കയിൽ ചെന്ന് തവാഫിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അവൻ എന്ത് ചെയ്യുന്നു, നെയ്യത്ത് മാറ്റി, എന്നിട്ട് ഹജ്ജും ഒന്നിച്ചാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് കരുതുന്നു. എന്നാലും അത് മതിയാകുന്നതാണ്. ഫയഅതി മക്കത വയതൂഫു ലിഉംറതി, അങ്ങനെ അവൻ മക്കയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടിനും കൂടിയിട്ട് തവാഫ് ചെയ്യുന്നു. സുമ്മ ഇൻഷാ സഅ വ ഇൻഷാ അഖറ, എന്നിട്ട് ഉടനെ തന്നെ വേണമെങ്കിൽ സായി ചെയ്യാം, അതല്ലെങ്കിൽ സായി ഹജ്ജിന്റെ ദിവസങ്ങളിൽ പിന്നീട് ചെയ്താലും മതി. സുമ്മ യബ്ഖാ മുഹരിമൻ ഹത്താ യൻതഹി മിൻ ഹജ്ജി, എന്നിട്ട് ഇഹ്റാമിൽ തന്നെ തുടരണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. തമത്തുആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെന്ന് ഉംറ നിർവഹിച്ചതിന് ശേഷം എന്താകാം, ഇഹ്റാമിന്റെ വേഷമെല്ലാം മാറ്റി സാധാരണ പോലെ ജീവിക്കാം. എന്നാൽ ഖിറാനായിട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ ചെന്ന് തവാഫ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പാടില്ല, അവൻ മുടി കളയാനോ അല്ലെങ്കിൽ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റാനോ പാടില്ല, മുഹരിമായിട്ട് തന്നെ തുടരണം. അങ്ങനെ ഫയതൂഫു യൗമൽ ഈദി ലിൽ ഹജ്ജ്, പെരുന്നാളിന്റെ ദിവസം ഹജ്ജിന് വേണ്ടിയിട്ടുള്ള തവാഫ് ചെയ്യണം. സുമ്മ ഇല്ലം യകുൻ ഖദ് സഅ യസ്അ, ആദ്യം വന്നപ്പോൾ ഒരു ഖുദൂമിന്റെ തവാഫ് ചെയ്തിരുന്നു, അതിനുശേഷം സഈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സഈ ചെയ്യണ്ട. ആദ്യം വന്ന് തവാഫ് ചെയ്തതിനു ശേഷം സഈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണ്ട, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഹജ്ജിന്റെ സഈ പിന്നീട് ചെയ്യണം. വഇൻ കാന ഖദ് സഅ ഫലാ യസ്അ അലൈഹി, ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടതില്ല. വൽ മുതമത്തിഉ വൽ ഖാരിനു അലൈഹിമാ ഹദിയുൻ, ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. മുതമത്തിഇനും ഖാരിനിനും അവർ ഹദിയ നിർബന്ധമായിട്ടും ബലികർമ്മം നടത്തേണ്ടതുണ്ട്. അതായത് ഈ ആദ്യം പറഞ്ഞ രൂപത്തിനും രണ്ടാമത് പറഞ്ഞ തമത്തുഇനും ഖിറാനിനും അവർ ഒരേ യാത്രയിൽ എന്ത് ചെയ്യാണ്, ഹജ്ജും ഉംറയും നിർവഹിക്കുകയാണ്. സാധാരണ രീതിയിൽ ഹജ്ജ് ചെയ്യുന്നു, പിന്നെ വീണ്ടും വേറെ യാത്രയിൽ ഉംറ ചെയ്യുന്നു, അങ്ങനെയല്ല. ഒരേ യാത്രയിൽ തന്നെ രണ്ട് കർമ്മങ്ങളും ചെയ്യാനുള്ളതായ സൗകര്യം അള്ളാഹു അവന് ചെയ്തു കൊടുത്തിരിക്കുന്നു. അതിന് ശുക്ർ എന്നോണം നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അവൻ നിർബന്ധമായിട്ടും ബലികർമ്മം ചെയ്യേണ്ടത്. മൂന്നാമത്തെ രീതി അൽ ഇഫ്രാദ്, ഇഫ്രാദാണ്. എന്ന് പറഞ്ഞാൽ അയ്യുഹരിമ ബിൽ ഹജ്ജ് വഹദ, ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാം ചെയ്യുന്നു. ഫഇദാ വസല മക്കത ത്വാഫ ലിൽ ഖുദൂമി ഇസ്തിഹ്ബാബൻ, അങ്ങനെ മക്കയിൽ ചെന്നാൽ ആദ്യം ഖുദൂമിന്റെ ഒരു തവാഫ് ചെയ്യുന്നു. ഈ മുഫരിദും അതേപോലെ തന്നെ മുഖരീൻ ഖിറാന രണ്ടും ഒരുമിച്ച് ചെയ്യുന്നവനും ആദ്യം മക്കയിൽ ചെന്നാൽ ചെയ്യേണ്ട തവാഫ് ഖുദൂമിന്റെ തവാഫാണ്, സുന്നത്തായ തവാഫാണ്. അപ്പോ ആദ്യം അവിടെ ചെന്നിട്ട് ഖുദൂമിന്റെ തവാഫ് ചെയ്യുന്നു. സുമ്മ ഖദ്ദമ സഅയൽ ഹജ്ജി, എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹജ്ജിന്റെ സഅയ് ഇപ്പൊ തന്നെ ചെയ്യാം, ചെന്ന് ആദ്യ തവാഫിന് ശേഷം വേണമെങ്കിൽ സഅയ് ചെയ്യാം. വയബ്ഖാ അലാ ഇഹ്റാമി, ഇഹ്റാമിൽ തന്നെ തുടരണം, മുഫ്രിദും അങ്ങനെ തന്നെ തുടരണം. വലഹു അൻ യുഅഖിറ സഅയൽ ഹജ്ജി, എന്നിട്ട് ഹജ്ജിന്റെ സഅയിനെ വേണമെങ്കിൽ പിന്തിക്കുക എന്നുള്ളതും അനുവദനീയമാണ്. വേണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം. ഫയജ്അലഹു ബഅദ തവാഫിൽ ഇഫാള, അങ്ങനെ പിന്തിക്കുകയാണെങ്കിൽ തവാഫുൽ ഇഫാള പെരുന്നാൾ ദിവസം ചെയ്യുന്ന തവാഫിന് ശേഷം എന്ത് ചെയ്യണം, സഅയി ചെയ്യണം. വലൈസ അലൈഹി ഹദിയുൻ, മുഫ്രിദിന് ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്നവൻ എന്തില്ല, ബലി അറക്കുക എന്നുള്ളത് നിർബന്ധമില്ല. അവൻ ഒറ്റ യാത്രയിൽ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ബലികർമ്മം അവന്റെ മേൽ നിർബന്ധമാകുന്നില്ല എന്നതാണ്. ഇതാണ് മൂന്ന് കർമ്മങ്ങൾ. അത് ഏറ്റവും ശ്രേഷ്ഠമായത് തമത്തുആയി ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. 43ാമത്തെ ചോദ്യം, ഹൽ യജൂസു തലഫുദു ബിന്നിയ്യ, നിയ്യത്ത് നാവ് കൊണ്ട് മൊഴിയൽ അനുവദനീയമാണോ? അത്തലഫുദു ബിന്നിയ്യതി കമാ യഖൂലു ബഅദു നാസ്, ചില ആളുകൾ പറയുന്നതുപോലെ നിയ്യത്ത് നാവ് കൊണ്ട് പറയുക എന്നുള്ളത്, നവയിത്തുൽ ഹജ്ജ എന്ന് തുടങ്ങി ചില വാക്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് ഏറ്റു ചൊല്ലുന്ന രീതി സാധാരണ കാണാം. ധാരാളം സംഘമായ ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ നെയ്യത്ത് ഉച്ചരിക്കുക എന്നുള്ളത് ഹാദാ ബിദ്അ, അത് ബിദ്അത്താണ്. നമസ്കാരത്തിലെല്ലാം ഉസല്ലി സ്വലാത്ത ദുഹരി എന്നെല്ലാം ഉറക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നാവ് കൊണ്ട് പറയുന്നത് പോലെ ഇങ്ങനെ പറയുക എന്നുള്ളത് ബിദ്അത്താണ്. ലിഅന്ന തലഫുദ ലം യരിദ് അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഉരീദു അൽ ഹജ്ജ അല്ലെങ്കിൽ നവൈത്തുൽ ഹജ്ജ എന്ന് പറയുന്ന രീതിയിൽ ഒരു പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല, വാരിദായിട്ടില്ല. അതിൽ എന്തെങ്കിലും ഖൈറുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. സ്വഹാബികൾ അങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ വന്നിട്ടില്ല. വഫിൽ ഹദീസ്, മാത്രമല്ല ഹദീസിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാതെ മതത്തിൽ ഒരു പുതിയ അമൽ ചെയ്താൽ അതെന്താണ്, തള്ളപ്പെടുന്നതാണ്. ഹജ്ജിന്റെ കർമ്മം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന രീതിയിൽ നിയ്യത്ത് എന്ത് ചെയ്തിട്ടില്ല, നാവ് കൊണ്ട് മൊഴിഞ്ഞിട്ടില്ല. വന്നിയ്യത്തു മഹല്ലുഹ അൽ ഖൽബ്, നിയ്യത്തിന്റെ മഹൽ ഏതാണ്,
അതിന്റെ സ്ഥാനം ഹൃദയമാണ്. ഫയംബഗി ഇസ്തിഹ്ദാറു മാ തുരീദു ദുഖൂല ഫീഹി ഖൽബ. അപ്പോ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഹാജരാക്കണം. വമുവാഫഖതു ദാലിക ബിലഫ്ളി ദുഖൂലി ഫി നുസുഖി ഖാലബ. അതേപോലെ തന്നെ അതിന് യോജിക്കുന്നതായ ലഫ്ള് എന്ത് ചെയ്യുക? ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറൻ എന്നുള്ളതായ വാക്യവും എന്ത് ചെയ്യുക? തൽബിയത്ത് നാവ് കൊണ്ട് പറയുക എന്നുള്ളതല്ലാതെ ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ കൊണ്ടുള്ള രീതിയിലുള്ളതായ നെയ്യത്ത് എന്തില്ല, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതല്ല. അതിലെന്തെങ്കിലും ഖൈറുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു. 44-ാമത്തെ ചോദ്യം, ഹൽ യജൂസുൽ ഇഷ്തിറാത്തു ഫിൽ ഇഹ്റാം. ഇഹ്റാമിൽ നിബന്ധന വക്കൽ അനുവദനീയമാണോ എന്നുള്ളതാണ്. യജൂസു ലിമൻ ബിഹി ഖൗഫുൻ മിൻ മൻഇൻ. ഒരാൾക്ക് അങ്ങനെ നിബന്ധന വയ്ക്കാം. എന്താണ്? അവൻ ഏതെങ്കിലും ഒരു തടസ്സത്തെ പേടിക്കുന്നുണ്ട്. ഔ ഖൗഫുൻ മിൻ മറദിൻ, അല്ലെങ്കിൽ ശക്തമായ ഒരു രോഗത്തെ പേടിക്കുന്നു. ചിലപ്പോൾ മാരകമായ ഏതെങ്കിലും രോഗം പിടിച്ച ആളായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സം യാത്രയുടെ മുന്നിൽ അവൻ കാണും. ഔ ഖൗഫുൻ മിൻ ആരിദിൻ, ഏതെങ്കിലും പുതുതായി ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവൻ കാണുന്നുണ്ട്. ചിലപ്പോൾ അവന്റെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും വിഷയത്തിൽ നിന്നുണ്ട് അവന്റെ യാത്ര തടസ്സപ്പെടാം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും നിയന്ത്രണങ്ങളോ മറ്റൊക്കെ പേടിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ട് എങ്കിൽ അവനെന്ത് ചെയ്യാം? നിബന്ധന വെക്കാം. ഇഹ്റാമിൽ അവൻ നിബന്ധന വയ്ക്കൽ അനുവദനീയമാണ്. എന്താണ് നിബന്ധന വെക്കുക? അവൻ പറയാം, അല്ലാഹുമ്മ മഹില്ലി ഹൈഥു ഹബസത്നി, അല്ലാഹുവേ ഹബസ്തനി, അല്ലാഹുവേ എന്റെ ഈ ഇഹ്റാം ഇതിന്റെ സ്ഥാനം എവിടെയാണോ എന്നെ ബന്ധനസ്ഥനാക്കപ്പെടുന്നത്, നീ തടഞ്ഞു വെക്കുന്നത് അവിടെ വരെയായിരിക്കും. അവിടെ വച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഞാൻ അവസാനിപ്പിക്കും എന്നെന്ത് ചെയ്യുക? ആദ്യമേ നിബന്ധന വയ്ക്കുക. ഇങ്ങനെ നിബന്ധന വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഹജ്ജ് ഉംറയോ പിന്നീട് പ്രയാസകരമായി മാറി, ഇവൻ ഇങ്ങനെ നിബന്ധന വെച്ചിട്ടുമുണ്ട്, എന്നാൽ തഹല്ലല വലാ ശൈഅ അലൈഹി, അവൻ എന്ത് ചെയ്യാം? ഹജ്ജിൽ നിന്ന് വിരമിക്കാം, ഒന്നും എന്തില്ല, അവന്റെ മേൽ നിർബന്ധമില്ല എന്നുള്ളതാണ്. അതല്ല എങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നിബന്ധന വെച്ചിട്ടുണ്ട് എങ്കിൽ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഏതെങ്കിലും പ്രയാസകരമായ ഒരു കാര്യം ചില ആളുകളെല്ലാം പ്രചരിപ്പിക്കലുണ്ട്. ഇപ്പൊ ഒരു വോയിസ് ഒരാൾ അയച്ചു തന്നു, എന്താണ്, സ്ത്രീകൾ ഹൈദ് ഉണ്ടാകുമെന്ന് പേടിക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ നിബന്ധന വെക്കാമോ? അങ്ങനെ വെക്കേണ്ടതില്ല. കാരണം സ്വഹാബി വനിതകൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. ഹൈദ് ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട് അവരോട് ചെയ്തിട്ടില്ല. ഈ നിബന്ധന വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ വരെയും ഇഹ്റാമിൽ പ്രവേശിച്ചു പോയി. മക്കയിലെത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഹൈദ് വന്നു. അപ്പോ ഹൈദിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞ് എന്ത് ചെയ്യുക? തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അതല്ലാത്ത ഏതെങ്കിലും തടസ്സങ്ങൾ ഉദ്ദേശിച്ചാലാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന ഏതെങ്കിലും മാരകമായ രോഗങ്ങളോ അല്ലെങ്കിൽ യാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളോ പേടിക്കുകയാണ് എങ്കിലാണ് ഇതുപോലുള്ളതായ നിബന്ധന വെക്കൽ അനുവദനീയമുള്ളത്. മാ സീഗത്തു തൽബിയത്തി ഫിൽ ഹജ്ജ് വൽ ഉംറത്തി വമാ മഅനഹാ. ഹജ്ജിലും ഉംറയിലുമുള്ള തൽബിയത്തിന്റെ ഘടന ഏതാണ്? അതിനർത്ഥം എന്താണ്? അസ്വീഖത്തുല്ലത്തി വറദത് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന തൽബിയത്തിന്റെ സ്വീഖ ഇപ്രകാരമാണ്: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായിരിക്കുന്നതായ തൽബിയത്തിന്റെ സ്വീഖ ഘടന ഇതാണ്. എന്നാൽ വൽ മാന, അതിന്റെ അർത്ഥം എന്താണ്? ഇന്നി മുജീബു അംരിക ബിൽ ഹജ്ജ് യാ റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹജ്ജിനുള്ളതായ നിന്റെ കൽപ്പനയ്ക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. വമുഖീമുൻ അലൽ ഇൽതിസാമി, അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടി, അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? നിലകൊള്ളുന്നു. വഅസ്തജീബു ബിഫിഅലി മുവഹിദൻ ലക്, എന്റെ കർമ്മം കൊണ്ട് ഞാനിതാ അതിന് മറുപടി പറയുകയാണ്, നിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നവനായ നിലയിൽ. ലാ അഅ്ബുദു ഗൈറക, നിന്നെ അല്ലാതെ ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല. വദാലിക ലിഅന്ന അല്ലാഹ മൗസൂഫുൻ ബികമാലിൽ മദാഇഹ്, കാരണം നിനക്ക് മാത്രമേ ഇബാദത്തുള്ളൂ. കാരണം എല്ലാവിധ സമ്പൂർണങ്ങളായ സ്തുതികളും മദ്ഹുകളും നിനക്ക് അർഹതപ്പെട്ടതാണ്, നിന്നെ വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. വമിൻഹു അദീമുൻ നിഅം, അവനിൽ നിന്നാണ് ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങൾ. വഹുവ മാലികുൽ മുൽക്ക്, അവനാകട്ടെ അധികാരങ്ങളുടെ അധികാരിയാണ്. ഫലാ ശരീക ലഹു ഫി ഉലൂഹിയ്യതിഹി, ഇബാദത്തിനുള്ള അർഹതയിൽ അവന് യാതൊരു പങ്കാളിയുമില്ല.
കമാ ലാ ശരീക ലഹു ഫീ മുൽക്കിഹി വ അസ്മാഇഹി വ സിഫാതിഹി, അവന്റെ ആധിപത്യത്തിലും അവന്റെ അസ്മാകളിലും അവന്റെ നാമഗുണവിശേഷണങ്ങളിലൊന്നും തന്നെ അവന് പങ്കാളികളില്ല എന്നതുപോലെ തന്നെ ഇബാദത്തിനുള്ള അർഹതയിലും എന്തില്ല, ഒരു പങ്കാളിയുമില്ല. നിന്റെ വിളിക്കതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണ് അതിന്റെ വിവക്ഷ. അപ്പൊ ഈ പറയുന്ന തൽബിയത്ത് മുറുകെ പിടിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഇതാണ് ഒരാൾ എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. എന്നാൽ വേറെ ചില വചനങ്ങൾ സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. സ്വഹാബികളുടെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളതും നല്ലതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അങ്ങനെ വന്നിരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്, അതും ആകാവുന്നതാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? നബി പഠിപ്പിച്ചതാണ്. ഏതാണ് സ്വഹാബികളിൽ നിന്ന് വന്നത്? മിസ്ലു ലബ്ബൈക ഇലാഹൽ ഹഖ് എന്ന് ചിലപ്പോ എന്ത് ചെയ്യുമായിരുന്നു, ചില സ്വഹാബികൾ പറയുമായിരുന്നു, ലബ്ബൈക ഇലാഹൽ ഹഖ്, ലബ്ബൈക ദൽ മആരിജി, ലബ്ബൈക ദൽ ഫവാദിൽ, മആരിജിന്റെ ഉടമയായ അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു. മആരിജ് എന്ന് പറഞ്ഞാല് ആകാശലോകത്തേക്കുള്ളതായ വഴികളാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ധാരാളം ശ്രേഷ്ഠതകൾക്ക് ഉടമയായവനെ, ലബ്ബൈക വസഅദൈക വൽ ഖൈറു ബിയദൈക വറഗ്ബാഉ ഇലൈക വൽ അമൽ, എല്ലാവിധ പ്രതീക്ഷകളും എല്ലാവിധ കർമ്മങ്ങളും നിനക്കുള്ളതാണ്. നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകുന്നു. എല്ലാവിധ നന്മയും നിന്റെ കരങ്ങളിലാണ് എന്നുള്ളതായ ചില വാക്യങ്ങൾ സ്വഹാബികൾ പറയുമായിരുന്നു. അത് പറയലും അനുവദനീയമാണ്. ഇനി 46-ാമത്തെ ചോദ്യം, ഹൽ യജൂസു റഫ്ഉ സ്വൗതി ബിത്തൽബിയ. തൽബിയത്ത് ഇതിന്റെ സ്വീഖകളാണ് പറഞ്ഞത്. ഇന്നിങ്ങനെ തൽബിയത്ത് ചൊല്ലുമ്പോൾ ശബ്ദമുയർത്തൽ അനുവദനീയമാണോ എന്നതാണ്. അസ്സുന്നത്തു ലിർരിജാലി റഫ്ഉ സ്വൗതി ബിത്തൽബിയ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തൽബിയത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തലാണ് സുന്നത്ത്. വഖദ് കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്റഖൂന ബിഹാ. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ തൽബിയത്ത് കൊണ്ട് അത്യുച്ചത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഉറക്ക തൽബിയത്ത് ചൊല്ലുമായിരുന്നു. വതുബഹു അസ്വാതുഹും ബിഹാ. അത് മുഖേന അവരുടെ ശബ്ദത്തിന് ഇടർച്ച സംഭവിക്കുമായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ധാരാളം ഒച്ചയെടുത്ത് സംസാരിച്ചാൽ ശബ്ദം എന്ത് ചെയ്യും? ഇടറും. അങ്ങനെ ശബ്ദത്തിന് ഇടർച്ച ഉണ്ടാകുന്ന രീതിയിൽ ശബ്ദത്തിൽ അവർ തൽബിയത്ത് ചൊല്ലുമായിരുന്നു. വയജൂസു ലിന്നിസാഇ റഫ്ഉ സ്വൗതി ബിത്തൽബിയ. സ്ത്രീകൾക്കും ഇങ്ങനെ ഉറക്ക തൽബിയത്ത് ചൊല്ലൽ അനുവദനീയമാണ്. എന്നാൽ ഗൈറ അന്നഹു ഇദാ ഖശീനൽ ഫിത്ന ലം യജൂസ് ലഹുന്ന റഫ്ഉ അസ്വാതിഹിന്ന ബിത്തൽബിയ. എന്തെങ്കിലും ഫിത്ന ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അവർക്ക് തൽബിയത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നുള്ളത് അനുവദനീയമല്ല. അപ്പൊ പുരുഷന്മാരുണ്ട് അടുത്ത്, അങ്ങനെയാണെങ്കിൽ അവർ ശബ്ദം താഴ്ത്തിയാൽ മതി. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം? ഉറക്കെ പറയാം. 48-ാമത്തെ ചോദ്യം, ഹൽ യജൂസുൽ ഇത്യാനു ബിത്തഹ്ലീൽ മഅ തൽബിയ. തൽബിയത്തിനോടുകൂടെ ഇടക്ക് തഹ്ലീൽ കൊണ്ടുവരൽ അനുവദനീയമാണോ? യജൂസു അൻ തഅതിയ ബിത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅ തൽബിയത്തി അഹ്യാനൻ. തൽബിയത്തിനോടുകൂടെ ഇടക്കെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ അനുവദനീയമാണ്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? സലഫുകളിൽ നിന്ന് സ്വഹാബികളിൽ നിന്നുമെല്ലാം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ തൽബിയത്ത് പറയുന്നതിനിടയിൽ അവരെന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയും. കാരണം അത് ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് എന്നുള്ളതിനാല് സ്വഹാബികളിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഹൽ യുഷ്തറത്തു ലിൽ ഇഹ്റാമി അൽ വുദൂ. ഇഹ്റാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വുദൂ നിബന്ധനയാണോ? വുദൂ ഉണ്ടെങ്കിലാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാവുന്നുണ്ടോ? ലാ യുഷ്തറത്തു ലിൽ ഇഹ്റാമി അൽ വുദൂ. ഇഹ്റാമിന് വുദൂ ഉണ്ടാകൽ നിർബന്ധനയൊന്നുമല്ല. വലാകിന്നൽ അഫ്ളൽ ലിൽ മുസ്ലിമി അൻ യുലബ്ബിയ വഹു അലാ ത്വഹാറത്തിൻ. അപ്പോൾ ഒരാള് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുക? ശുദ്ധിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠതയുള്ളത്. അങ്ങനെ അവൻ ദിക്ർ ചെല്ലുക. ദിക്ർ ചെല്ലുമ്പോൾ ശുദ്ധി ഉണ്ടാകൽ നല്ലതാണ്. ഹത്താ യതമക്കന മിന സ്വലാത്തി വഖിറാഅത്തിൽ ഖുർആനി വത്തവാഫ്. അപ്പോ അവന് നമസ്കാരം, അതേപോലെ തന്നെ ഖുർആൻ പാരായണം, തവാഫ്, ഇതെല്ലാം ശുദ്ധിയിലാകാൻ വേണ്ടിയിട്ട് ശുദ്ധിയിലാവുക എന്നുള്ളതാണ് എന്ത്? ശ്രേഷ്ഠതയുള്ളത്. സുമ്മൽ ഇസ്തിംറാറു ഫി തൽബിയത്തി അലാ ത്വഹാറ അഫ്ളൽ. എന്നിട്ട് ശേഷം എന്ത് ചെയ്യുക? തൽബിയത്തിൽ ശുദ്ധിയുടെ മേലായിക്കൊണ്ട് തൽബിയത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. വലാ യംനഉൽ ഹദസു മിന തൽബിയത്തി വൽ ഇഹ്റാം. എന്നാൽ അശുദ്ധി ഒരാൾ ഇഹ്റാമിൽ നിന്ന് തടുക്കുന്നില്ല, അതേപോലെ തന്നെ തൽബിയത്തിനെ തൊട്ടും തടുക്കുന്നില്ല. അശുദ്ധി ഉണ്ട് എന്ന് കരുതി ഒരാൾക്ക് എന്താണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് അതെന്തല്ല, ഒരു തടസ്സമല്ല. അല്ലെങ്കിൽ തൽബിയത്ത് ചൊല്ലുന്നതിനും തടസ്സമല്ല. വുദൂ ഇല്ലായെങ്കിലും എന്ത് ചെയ്യാം? അവനത് ചെയ്യാമെന്നർത്ഥം. 49-ാമത്തെ ചോദ്യം, ഇലാ മത്താ യുലബ്ബിൽ മുഹരിം. ഇങ്ങനെ ഒരാൾ കുളിച്ച് വൃത്തിയായി ഇഹ്റാമിന്റെ വേഷം അണിഞ്ഞ്
ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ തൽബിയത്തുകൾ ചൊല്ലി. ഏതുവരെയാണ് ഇങ്ങനെ തൽബിയത്ത് ചൊല്ലേണ്ടത്? യുലബ്ബി അൽ മുഹരിമു ഇലാ അൻ യസ്ല ഇലാ മക്ക, മക്കയിലെത്തുന്നത് വരെയാണ്. ഫഇദാ വസല ഇലാ മക്കത ഖതഅ തൽബിയ, മക്കയിലെത്തിക്കഴിഞ്ഞാൽ തൽബിയത്ത് മുറിക്കാം. വൻഷഗല ബിമാ ശുരിഅ ലഹു മിൻ ഇഗ്തിസാലിൻ, പിന്നീട് അവന് നിയമമാക്കപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതനാകണം. എന്താണത്? കുളിക്കുക, വവുദൂഇൻ, വുദൂ ചെയ്യുക, എന്നിട്ട് തവാഫിൻ വദിക്രിൻ, തവാഫും ദിക്റുകളിലുമെല്ലാം ഏർപ്പെടുക. എന്നാൽ വലാ ബഅസ അൻ യുലബ്ബി ഹത്താ യബ്ദഅ ബിത്തവാഫ്, തവാഫ് തുടങ്ങുന്നത് വരെയും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നതിന് കുഴപ്പമില്ല, അതാകാം. അപ്പോ ഇഹ്റാമിൽ പ്രവേശിച്ച് എന്ത് ചെയ്യുക? അവൻ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മക്കയിലെത്തുമ്പോൾ മുറിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി. അങ്ങനെ തവാഫ് തുടങ്ങുന്നത് വരെയും എന്ത് ചെയ്യാം? ഇങ്ങനെ തൽബിയത്ത് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. തവാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? തൽബിയത്ത് പറയേണ്ടതില്ല എന്നതാണ്. ഇനി ഇൻദ ദുഖൂലി മക്കത്തൽ മുകറമ, മക്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അതാണ് 50-ാമത്തെ ചോദ്യം. മിൻ അയ്ന യദ്ഖുലുൽ മുഹരിമു ഇലാ മക്ക, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ മക്കയിലേക്ക് പ്രവേശിക്കേണ്ടത് ഏതിലെയാണ്? യദ്ഖുലു മിൻ ഹൈഥു മാ തയസ്സർ, അവന് ഏതാണോ എളുപ്പമുള്ള വഴി അതിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കാം. ഇന്ന വഴി തന്നെ വേണമെന്നില്ല. വഖദ് ദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നാഹിയത്തിൽ ഉലിയ, മക്കയുടെ ഉയർന്ന ഭാഗത്തു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചത്, താഴ്ന്ന ഭാഗത്തു കൂടിയാണ് പുറത്തേക്ക് കടന്നത്. അപ്പോൾ ഉയർന്ന പ്രദേശത്തു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചത്. വഹിയൽ ജിഹത്തുൽ ലതി ഫീഹാ ബാബുൽ മുഅല്ല മിൻ ജിഹത്തി കദാ, ബാബുൽ മുഅല്ല നിലകൊള്ളുന്നതായ ഭാഗമാണത്. അപ്പൊ ഒരാൾ അതിലൂടെ തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് വരുമ്പോ എളുപ്പമുള്ള മാർഗ്ഗം അതായിരുന്നു. വഹുവ ഖരീബു മിൻ ബാബുസ്സലാം, ബാബുസ്സലാമിനോട് അടുത്തതായ പ്രദേശമാണത്, ബാബുൽ മുഅല്ല എന്ന് പറയുന്നത്. വദഖലൽ മസ്ജിദൽ ഹറാമ മിൻ ബാബി ബനി ഷൈബ, എന്നിട്ട് മസ്ജിദുൽ ഹറാമിനും വ്യത്യസ്തങ്ങളായ ബാബുകളുണ്ട്. അതിൽ ബാബു ബനി ഷൈബയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചിരുന്നത്. എന്നാൽ ഒരാൾക്ക് ഏതാണോ സാധിക്കുന്നത്, നമ്മൾ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിലും എന്തായിരിക്കും പ്രവേശനം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതിലൂടെയാണോ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് അതിലൂടെ എന്ത് ചെയ്യാം? പ്രവേശിക്കാമെന്നുള്ളതാണ്. 51-ാമത്തെ ചോദ്യം, മാദാ യഫ്അലുൽ ഇൻസാനു അവ്വലൻ ഇദാ വസല ഇലാ മക്ക, മക്കയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? യുസന്നു ലഹുൽ ഇഗ്തിസാലു ലിദുഖൂലി മക്ക, മക്കയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? കുളിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? ഒന്ന് ടെന്റ് അടിച്ച്, രാത്രിയാണ് എത്തുന്നതെങ്കിൽ അവിടെ വിശ്രമിച്ച് പകലാണ് എന്ത് ചെയ്യുക? ഉന്മേഷത്തോടെ ഉംറ ചെയ്യാൻ, നിർവഹിക്കാൻ, തവാഫ് ചെയ്യാൻ എന്ത് ചെയ്യും? വിശ്രമിച്ചതിന് ശേഷമാണ് പ്രവേശിക്കുക. ഒരാൾ രാത്രിയാണ് ചെന്ന് ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ടതില്ല, പോയി തവാഫ് ചെയ്യൽ നിർബന്ധമായ കാര്യമൊന്നുമല്ല. അവനെന്ത് ചെയ്യാം? വേണമെങ്കിൽ വിശ്രമിക്കാം. അപ്പൊ കുളിക്കുക, ചെന്നാൽ കുളിക്കൽ സുന്നത്താണ്. ഹത്താ യദ്ഖുല ഇല തവാഫി വഹുവ അലാ തനവ്വുഫിൻ വതഹാറത്തിൻ താമ്മ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ അവൻ തവാഫിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായ ശുദ്ധിയുടെ മേലാകുന്നതിന് വേണ്ടിയിട്ട്. വലി അന്നൽ ഇഗ്തിസാല യുൻഷിതു, മാത്രമല്ല കുളിക്കുന്നത് അവനെ കൂടുതൽ എന്ത് ചെയ്യും? ഉണർവുള്ളവനാക്കി തീർക്കും. അപ്പൊ നല്ല ഉണർവോടെ, നല്ല ശുദ്ധിയോടുകൂടി എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാനും നല്ല ഉണർവോടുകൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കുളിച്ചതിന് ശേഷം പുറപ്പെടലാണ് നല്ലത്. 52-ാമത്തെ ചോദ്യം, കൈഫ യദ്ഖുലുൽ മസ്ജിദുൽ ഹറാം, എങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കേണ്ടത്? പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും പ്രചരണങ്ങളും എല്ലാം കാണാൻ സാധിക്കും. എന്താണ് സുന്നത്തായ കാര്യം? യദ്ഖുലു മിൻ അയ്യി ബാബിൻ തയസ്സർ, അവന് സാധ്യമാകുന്ന ഏത് വാതിലിലൂടെയും മസ്ജിദിലേക്ക് പ്രവേശിക്കാം. വയഫഅലു ഫീഹി വയഖൂലു കമാ യഖൂലു ഫിൽ മസാജിദിൽ ഉഖ്റ, അവിടെ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? സാധാരണ മസ്ജിദുകളിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുവോ അതേപോലെ തന്നെയാണ് അവൻ പ്രവേശിക്കേണ്ടതും പറയേണ്ടതും. ഫയുഖദ്ദിമു റിജ്ലഹുൽ യുംന, വലത് കാലിനെ മുന്തിക്കണം. ഫിദ്ദുഖുലി, പ്രവേശിക്കുമ്പോൾ. ഖാല ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ബാബു തയമ്മുനി ഫീ ദുഖൂലിൽ മസ്ജിദി വഗൈരി വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യബ്ദഉ ബിരിജ്ലിഹിൽ യുംന ഫഇദാ ഖറജ ബദഅ ബിരിജ്ലിഹിൽ യുസ്റാ. ഇമാം ബുഖാരി ഒരു അധ്യായം കൊണ്ടുവന്നിരിക്കുകയാണ് തന്റെ സ്വഹീഹില്. പള്ളിയിലേക്കും അതല്ലാത്തിടത്തും പ്രവേശിക്കുമ്പോൾ വലത് കാലിനെ മുന്തിക്കുന്നതിനെ സംബന്ധിച്ച അധ്യായം.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലിനെയും ഇറങ്ങുമ്പോൾ ഇടത് കാലിനെയും എന്ത് ചെയ്യുമായിരുന്നു? മുന്തിക്കുമായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അപ്പൊ വലത് കാല് വെച്ച് പ്രവേശിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയും, എന്താണ്, പ്രവേശിക്കുമ്പോൾ കഅബയിലേക്ക് നോക്കാൻ പാടില്ല, അത് ഇടയിലൂടെ നോക്കാൻ പാടില്ല, നേരെ പ്രത്യക്ഷമായിട്ട് കാണാൻ ഭാഗത്തെത്തുമ്പോൾ മാത്രമേ അവിടേക്ക് നോക്കാവൂ, അതുവരെ താഴേക്ക് നോക്കിക്കൊണ്ടു പോകണം. അത് എല്ലാം പ്രചരിപ്പിക്കപ്പെടുന്ന ചില പ്രചരണങ്ങളാണ്. സാധാരണ പള്ളിയിലേക്ക് പ്രവേശിക്കും പോലെ പ്രവേശിക്കുക. കഅബയെ കാണാൻ സാധിക്കുന്ന ഇടയിലൂടെയാണോ ഇതിലൂടെയാണോ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ പ്രവേശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? സാധാരണ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് പറയുന്നത് തന്നെ? ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്ന് പറയുമായിരുന്നു എന്ന് പറയാം. സുന്നത്ത് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. അതേപോലെ പുറത്ത് കടന്നാൽ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ ഫളിക് എന്ന് പറയാം. അല്ലെങ്കിൽ ഔ യഖൂൽ അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളാണ്. ഇങ്ങനെ മറ്റുള്ള പള്ളികളിൽ പ്രവേശിക്കുമ്പോൾ എന്താണോ ഇത് തന്നെ പറയാം. ഇറങ്ങുമ്പോഴും ഇതേ പ്രാർത്ഥനകൾ എന്ത് ചെയ്യാം? അവന് പറയാം. ബിഅയ്യി ഷൈഇൻ യദ്ഉ ഇദാ റഅൽ കഅബ, കഅബയെ കാണുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ലം യസ്ബുത് അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉൻ ഖാസുൻ ഇൻദ റുഅയത്തിൽ കഅബ. കഅബ കാണുന്ന സമയത്ത് പ്രത്യേക പ്രാർത്ഥനകളൊന്നും തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഫയദ്ഉ ബിമാ തയസ്സർ, അതുകൊണ്ട് എന്തും അവർക്ക് പ്രാർത്ഥിക്കാം കാണുമ്പോൾ. കാരണം ഔ ബിമാ ജാഅ അൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അത് പറയാം. ഖുലഫാഉർ റാഷിദീങ്ങളിൽ പെട്ട ആളാണ്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് പിന്തുടരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബ കാണുമ്പോൾ ഇപ്രകാരം പറയുമായിരുന്നു: അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന് പറയുമായിരുന്നു. ആ പ്രാർത്ഥനയാകാം, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള പ്രാർത്ഥനകളാകാം. ഇന്ന പ്രാർത്ഥന വേണമെന്ന് വേറെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കൂട്ടിച്ചേർക്കലുകളൊന്നും നടത്തേണ്ടതില്ല. ഇതാണ് മക്കയിലെത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. എത്ര മിനിറ്റ് ഉണ്ട് ഇനി? മക്കയിൽ ചെന്നു, പള്ളിയിൽ പ്രവേശിച്ചു. അടുത്തത് മഅത്വാഇഫീൻ, തവാഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതായ ചോദ്യോത്തരങ്ങളാണ്. 54-ാമത്തെ ചോദ്യം, കൈഫ യബ്ദഉൽ മുഹ്രിമു അത്തവാഫ്, എങ്ങനെയാണ് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ തവാഫ് ആരംഭിക്കുക? യബ്ദഉ തവാഫ ഹൗലൽ കഅബതി യജ്അലുൽ ഹജറൽ അസ്വദ അൻ യസാരിഹി വയതൂഫു മിൻ വറാഇൽ ഹിജ്ർ. ഒരാൾ തവാഫ് ആരംഭിക്കുന്നത്, കഅബക്ക് ചുറ്റുമുള്ളതായ തവാഫ് ആരംഭിക്കുമ്പോൾ ഹജറുൽ അസ്വദ് അവന്റെ ഇടതുഭാഗത്താകണം. അപ്പോ കഅബ ഇടതുഭാഗത്താകുന്ന രീതിയിലാണ് തവാഫ് ചെയ്യേണ്ടത്. വയതൂഫു മിൻ വറാഇൽ ഹിജ്ർ, ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന കഅബയുടെ സൈഡിൽ ചുറ്റി കെട്ടിയിരിക്കുന്ന ഭാഗമുണ്ട്. അതിന് പുറകിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? അതിന് പുറത്തു കൂടിയിട്ടാണ് അവൻ തവാഫ് ചെയ്യേണ്ടത്. വലാ യസിഹു അൻ യതൂഫ മിൻ ദാഖിലിൽ ഹിജ്ർ, അതിന്റെ ഉള്ളിലൂടെ തവാഫ് ചെയ്യുക എന്നുള്ള അനുവദനീയമല്ല. ലിഅന്നഹു മിനൽ ബൈത്ത്, കാരണം അത് കഅബയുടെ ഉള്ളിൽപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് എന്നുള്ളതിനാൽ. അല്ലാഹു തആല പറയുന്നു, വൽയതവഫു ബിൽ ബൈത്തിൽ അതീഖ്, ബൈത്തുൽ അതീഖിനെ അവർ എന്ത് ചെയ്യട്ടെ? തവാഫ് ചെയ്യട്ടെ. അപ്പോ കഅബയെ പൂർണ്ണമായി തവാഫ് ചെയ്യണമെങ്കിൽ അതിന്റെ പുറത്തുകൂടിയാണെങ്കിൽ എന്ത് ചെയ്യാവൂ? തവാഫായി തീരുകയുള്ളൂ. ഫയതൂഫു സബ്അത അശ്വാത്തിൻ, ഇങ്ങനെ 7 തവാഫുകളാണ്, 7 തവണകളാണ് കഅബയെ അവൻ ചുറ്റേണ്ടത്. മത്താ യൽതബിഉ വയർമുലുൽ മുഹ്രിം, ഇനി ഇൽതിബാഉം റംല് നടത്തവും എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒരാൾ കഅബയിലേക്ക് വന്നു, മസ്ജിദിലേക്ക് പ്രവേശിച്ചു, തവാഫ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ യതഹയ്യഉ ലി തവാഫിൽ ഖുദൂം, ഖുദൂമിന്റെ തവാഫിന് വേണ്ടിയിട്ട് അവൻ തയ്യാർ ചെയ്യണം. നമ്മൾ പറഞ്ഞു മുഖരീനും അതേപോലെ തന്നെ മുഫരിദിനുമാണ്. ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യുന്നയാളും അല്ലെങ്കിൽ ഹജ്ജ് മാത്രം ചെയ്യുന്നയാൾ, അവർക്കാണ് ഖുദൂമിന്റെ തവാഫ്. തമത്തുആയി ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉംറയുടെ തവാഫാണ്, ഉംറക്ക് പോകുന്നയാൾ ചെയ്യുന്ന തവാഫ്, അതായത് ഉംറയുടെ തവാഫ്. അപ്പൊ ഉംറയുടെ തവാഫോ അല്ലെങ്കിൽ മറ്റുള്ള 2 ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുദൂമിന്റെ തവാഫിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ബിൽ ഇൽതിബാഇ ഹീനൽ ബദ്ഇ ബിത്തവാഫ്, ഇൽതിബാ കൊണ്ടാണ്.
തവാഫിന് തുടങ്ങുന്ന സമയത്താണ് ഇൽത്തിബാ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഹ്റാം ചെയ്താൽ ഉടനെ തന്നെ ഇൽത്തിബാ ചെയ്യേണ്ടത്. ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ മേൽ വസ്ത്രം എന്ത് ചെയ്യുക, വലത് തോള് കാണിക്കുന്ന രീതിയിൽ കക്ഷത്തിന്റെ താഴെ കൂടെ ഇടുക, ഒരു പാർട്ട് വലതു ഭാഗം തുറന്നിരിക്കുക. ഇതിനാണ് ഇൽത്തിബാ എന്ന് പറയുന്നത്. ഇതാണ് അവൻ തയ്യാറെടുക്കേണ്ട രീതി. ഇത് തവാഫ് തുടങ്ങുന്ന സമയത്താണ് ചെയ്യേണ്ടത്. വഹുവ ജഅലു തറഫൈ അൽ-രിദാഇ അലാ ആതിഖിഹി അൽ-ഐസർ. ഈ മേൽമുണ്ടിന്റെ രണ്ടു ഭാഗങ്ങളും ഇടത് തോളിന്റെ മേലിടുക. വ കശഫൽ ആതിഖ അൽ-ഐമൻ, വലത് തോളിനെ എന്ത് ചെയ്യുക, വെളിപ്പെടുത്തുക. വ അമ്മ റംലു ഫഇന്നമാ ഹുവ ഫിൽ അശ്വാത്തി الثلاث അൽ-അവ്വൽ ഫഖത്ത്. റംല് നടത്തം എന്താണ് നമ്മൾ വിശദീകരിച്ചത്. റംലു ഹുവ തസാറുൽ ഖുതാ കസ്സാഇ ബിഖുവത്തിൻ വനശാത്തിൻ. അടുത്തടുത്ത് കാലുകൾ വെച്ച് നല്ല ഉന്മേഷമുള്ളയാൾ, ശക്തിയുള്ളയാൾ ഓടുന്നത് പോലെ എന്ത് ചെയ്യുക, നല്ല ചാടി നല്ല ഉന്മേഷത്തോടെ അടുത്തടുത്ത് പാദങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നടക്കുന്നതിനാണ് പറയുന്നത്. ഇങ്ങനെ റംല് ഈ തവാഫിന്റെ 7 ചുറ്റലുകളിൽ ആദ്യത്തെ 3 ചുറ്റലുകളിലാണ് റംല് നടത്തേണ്ടത്. ഇൽത്തിബാ തവാഫിന്റെ തുടക്കത്തിലാണ് അതിനുവേണ്ടി തയ്യാറാകേണ്ടത്. അങ്ങനെ ആദ്യം അവൻ എന്ത് ചെയ്യണം, സുമ്മ യസ്തഖ്ബിലുൽ ഹജറൽ അസ്വദ ബിസ്വദ്രിഹി. ആദ്യം ഹജറുൽ അസ്വദിനെ നേരെ ഹൃദയം കൊണ്ട് അതിനെ നേരെ തിരിയുക. ഫയുഖബ്ബിലുഹു ഇൻ ഖദർ, കഴിയുമെങ്കിൽ അതിനെ ചുംബിക്കുക. വ ഇല്ലാ ഇസ്തലമഹു, സാധിക്കുന്നില്ല എങ്കിൽ അതിനെ തൊട്ട് ചുംബിക്കുക. വ ഇല്ലം യഖ്ദിർ യുശീറു ബിയദിഹിൽ യുംന, അതിനും സാധിക്കുന്നില്ലെങ്കിൽ വലത് കൈ കൊണ്ട് അതിനെ നേരെ ഇങ്ങനെ ചൂണ്ടുക. ഫയുകബ്ബിറു അല്ലാഹു അക്ബർ, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയണം. വജാഅത്തി തസ്മിയതു അൻ ഇബ്നു ഉമർ ഫകാന യഖൂൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. സ്വഹാബികളിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യുമ്പോൾ ബിസ്മില്ല കൂടെ ചേർക്കുമായിരുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുക. വൽ ഇശാറത്തു വത്തക്ബീറു ഫീ കുല്ലി ഷൗത്തിൻ, ഓരോ തവണ വരുമ്പോഴും ഇങ്ങനെ അതിലേക്ക് ഇഷാറത്ത് ചെയ്യുകയും അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യും. ആദ്യത്തെ പ്രാവശ്യം മാത്രം ബിസ്മില്ല പറഞ്ഞാൽ മതി. പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ചൂണ്ടുകയും അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യുക. വലാ യംബഗി അൻ യുസാഹിമ അലൽ ഹജറിൽ അസ്വദ്, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഹജറുൽ അസ്വദിന്റെ അടുക്കൽ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രീതി പാടില്ലാത്ത കാര്യമാണ്. അതിനെ ചുംബിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളത് എന്താണ്, നിഷിദ്ധമായ കാര്യമാണ്. അവിടെ തിരക്കുണ്ടാക്കുക, അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഹജറുൽ അസ്വദിന് ചുംബനം കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് പാടില്ല. കാരണം അതെന്താണ്, നിഷിദ്ധമാണ് ഒരാൾ ഉപദ്രവിക്കുക എന്നുള്ളത്. എന്നാൽ നേരെ മറിച്ച് എന്ത് ചെയ്യാം, അവിടെ അതിനുവേണ്ടി പരിശ്രമിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് തിരക്കിലേക്ക് പോകുക എന്നത് നിഷിദ്ധമാണ് തന്നെയാണ്. അതിനു വേണ്ടി പലപ്പോഴും ധാരാളം ആളുകൾ തിരക്ക് കൂട്ടും. സ്ത്രീകൾ അങ്ങനെ പോകുക എന്നുള്ളത് തീരെ പാടില്ലാത്ത കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. അന്യപുരുഷന്മാരുടെ ഇടയിൽ തിക്കി ഞരങ്ങി അങ്ങോട്ട് പോവുക എന്നുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം, നാളെ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.